ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പുരുഷോത്തമ മാസ ആശംസകള്. ഹരേ കൃഷ്ണ അപർണ മാതാജി, ഹരേ കൃഷ്ണ ശോഭന ഹരേ മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി. കൃഷ്ണകുമാരി മാതാജി. എല്ലാവർക്കും ഭഗവാൻ പുരുഷോത്തമന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പുരുഷോത്തമ മാസത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളും അതിന്റെ ഒരു ക്ലാസ് ഒക്കെ ഞാൻ ഇപ്രാവശ്യം ഭഗവത്ഗീതയിലെ ഭഗവത്ഗീത ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് പുരുഷോത്തമ മാസത്തിന്റെ അതിന്റെ പ്രാധാന്യം, അതിന്റെ ഏതെങ്കിലും ആരതിയോ അതിന്റെ അർത്ഥവും ഒക്കെ ആയിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നു. അറിയില്ല, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. അതിലൊരു കുറച്ച് പോർഷൻ മാത്രം, ഒരു ബുക്ക്ലെറ്റ് മുഴുവൻ ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഒരു PDF അയച്ചത് 120 പേജ് എങ്ങാണ്ടാണ്. ഞാനത് പ്രിന്റ് എടുത്ത് സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. കാണാവോ? ഞാൻ ഡൗൺലോഡ് ചെയ്തായിരുന്നത്, അതല്ലേ? വായിച്ചു ഫുള്ള്. അതെല്ലേ? ഞാൻ അതിനകത്ത് കാര്യം കഴിഞ്ഞ പുരുഷോത്തമ മാസം 3 വർഷങ്ങൾക്ക് മുൻപേ വന്നപ്പോൾ വായിച്ചതാണ് ഇതൊക്കെ. പക്ഷെ അന്ന് ഞാനിത് പറഞ്ഞു കൊടുത്തിരുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മയില്ലല്ലോ. ദ്രൗപദിയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ ഉണ്ട്. ദ്രൗപദിയുടെ പൂർവ്വജന്മം ഒക്കെ പറഞ്ഞു. അതെ. അപ്പൊ അതൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് സമയം കിട്ടുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് വായിക്കുകയെങ്കിലും ചെയ്യാം വെള്ളിയാഴ്ച. അതുകൊണ്ട് ഞാൻ ഇത് നമുക്ക് ഭാഗവതത്തിൽ 4 ശ്ലോകങ്ങൾ എടുത്ത് തീരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭാഗവത്തിലേക്ക് കിടക്കാം. പിന്നെ നമുക്ക് ആ ഒരു മന്ത്രം മാത്രം, ഇനി ആരെങ്കിലും കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ അവരോട് കയറിയിട്ട മന്ത്രം അവർക്കൂടെ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഒരുമിച്ച് ജപിക്കാം. നമുക്കിപ്പം ഡയറക്റ്റ്ലി നമ്മള് ഭാഗവത്തിലെ ശ്ലോകത്തിലേക്ക് പോകാൻ. ഇന്നത്ര 20 തൊട്ടാണോ? 21 പ്രഭു. 21 അല്ലേ? അപ്പം ശ്രീമദ് ഭാഗവതം. പ്രഭു പ്രഭു ആ ഭാഗവതം കിട്ടിയായിരുന്നു ഇന്ന് കേട്ടോ, കിട്ടി ഇന്ന്. ഞാൻ പറഞ്ഞില്ല, അത്ര ഫാസ്റ്റ് ആണ് പ്രഭു. നമ്മൾ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലെത്തും. വലിയൊരു ഉപകാരമായിട്ടില്ല. ഞാൻ പലരോടും ചോദിച്ചത്, അന്നേരം അതായിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഏത് ഗുരുവായൂർ ബുക്ക് ചെന്ന് മാതാജിക്ക് അന്വേഷിച്ചു. വേണമെങ്കിലും അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. ഓക്കെ. ഓക്കെ പ്രഭു. അദ്ദേഹം ഈ ചെയ്യുന്നതിന് ഒരു ചെറിയ സർവീസ് ചാർജ് എടുക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മെയിൻ ഇതാണ് പരിപാടി. അയക്കാൻ പൈസ വേണമല്ലോ പ്രഭു, പോസ്റ്റൽ വഴി അയക്കണമെങ്കിൽ അതും പൈസ പിന്നെ വേണം. അദ്ദേഹം ഒരു ചെറിയ പൈസ എടുക്കത്തേ ഉള്ളൂ. കാര്യം അദ്ദേഹത്തിന് ഇതാണ് ജോലി, വേറൊന്നും ഇല്ല. ഇതാ ഉപജീവന മാർഗം. ഓക്കെ മാതാജി. ആണോ? അത് ശരി. വേറെ തൊഴിലൊന്നും ഇല്ലാത്തവർ ചെറിയ ലാഭം എടുക്കും, അത്രേ ഉള്ളൂ. ഡിവോട്ടീസ് സാധാരണ അങ്ങനെയൊന്നും ചെയ്യില്ല. വളരെ ചെറിയ ലാഭം, അത്രേ ഉള്ളൂ. ഒരുപാട് ബുക്കുകൾ ഞാൻ മാതാജിമാർക്കൊക്കെ നമ്മുടെ കൂടുതൽ സത്സംഗത്തിൽ അയച്ച് ഞാൻ ഇദ്ദേഹത്തിനെ അറിയിച്ചാണ്. അവരെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തോളാൻ പറഞ്ഞു. അല്ലെ ഞാൻ ആ പ്രഭുവായിട്ട് ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്ത അഡ്രസ്സ്, ഇങ്ങനെ 3 വേ കമ്മ്യൂണിക്കേഷൻ വേണ്ടല്ലോ, ഡയറക്റ്റ്ലി നാട്ടിലുള്ളവർക്ക് വിളിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. പലരും അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് മേടിക്കാറുണ്ട്. തൃശ്ശൂർ സത്സംഗത്തിന്റെ മെയിൻ ആളാണ്. ഓക്കെ. സ്പോട്ടിൽ നമുക്ക് പുസ്തകം വീട്ടിലെത്തും, അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് അത് എത്തും. എളുപ്പമില്ല. പൈസ പോലും എടുത്തില്ലല്ലോ, നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ. കാർത്തിക മാസമൊക്കെ വന്നപ്പോൾ നമ്മള് ആർക്കെങ്കിലും പുസ്തകമൊക്കെ ദാനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ 2-3 പേരുടെ അഡ്രസ്സ് കൊടുത്തുള്ളൂ. അവർ പിറ്റേ ദിവസം വിളിച്ചിരിക്കും, നമ്മുടെ വീട്ടിൽ ബുക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഫാസ്റ്റ്. പൈസ ഒക്കെ ചിലരുടെ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞ് പോസ്റ്റ്മാനിലേക്ക് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ചിലരോട് ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പല രീതിയിലായിരിക്കും, അറിയില്ല. എന്നോടും പറഞ്ഞു ബുക്ക് കിട്ടിയിട്ട് മതിയെന്ന്. പക്ഷെ ഞാൻ അതിനു മുന്നേ പ്രഭു അയച്ചപ്പോൾ ഞാൻ പൈസ അയച്ചായിരുന്നു നേരത്തെ. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. മാതാജി വെൽക്കം ബാക്ക്. ഞാൻ പുരുഷോത്തമ ഭഗവാന്റെ കൃപാകടാക്ഷണം ഉണ്ടാകട്ടെ. മാതാജി പറയുന്നതൊന്നും കേൾക്കുന്നില്ല. മാതാജി മ്യൂട്ടാണ്. ഇതിൽ പറഞ്ഞെങ്കിൽ ഞങ്ങൾ കേട്ടില്ല. ഒന്നും പറഞ്ഞില്ല പ്രഭു, ചെറിയ ജലദോഷം. അതെ അല്ലേ? ഓക്കെ. എല്ലാം വേഗം കുറയട്ടെ. മാതാജിക്ക് പൂർണ്ണമായിട്ടും പുരുഷോത്തമ മാസ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭഗവാൻ ശക്തിയും ഒക്കെ തരട്ടെ. അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയ ജലദോഷം, ആകപ്പാടെ അസ്വസ്ഥത. കുഴപ്പമില്ല, ചെയ്യുന്നുണ്ട്. നാട്ടിലൊക്കെ മഴയും അതൊക്കെയല്ലേ, അപ്പം മഴ
ഒരു തുള്ളി വെള്ളം വീണാൽ മതി ഉടനെ ഓക്കെ. തൊണ്ടവേദനയും ഒക്കെ ഉണ്ടാകും. ഹരേ കൃഷ്ണ. അപ്പം ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 4-ാമത്തെ അധ്യായം ശ്രീ നാരദ ആഗമനം, അതിൽ 21-ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. തത്ര തത്തർ ഗോധ ഗോദധര പൈലഹ സാമഗോ ജൈമിനി കവി വൈശംപായന ഏവൈകോ നിഷ്ണാതോ യജുഷാമുദാം തത്ര ഗ്വേധധര പൈലഹ സാമഗോ ജൈമിനി കവി വൈശംപായന ഏവൈകോ നിഷ്ണാതോ യജുഷാമൃതാം യജുഷാമുദാം തത്രർഗോധര പൈലഹ സാമഗോ ജൈമിനി കവി വൈശംപായന ഏവൈകോ നിഷ്ണാതോ യജുഷാമുദാം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. അധ്യായം 4 ശ്ലോകം 21. അധ്യായം അല്ലല്ലോ, സ്കന്ധമല്ലേ 4? സ്കന്ധം 4 അധ്യായം സ്കന്ധ 1 അധ്യായം 4. സ്കന്ധം 1 അധ്യായം 4 ശ്ലോകം 21. തത്രഗോത്വ ഗോത്വതരാ പൈല സാമഗോ ജൈമിനി കവി വൈശംപായന ഏവൈകോ നിഷ്ണാദോ യജുഷാമൃതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. തത്രൈക്വേദധര പൈലഃ സാമഗോ ജൈമിനി കവിഃ വൈശംപായന ഏവൈകോ നിഷ്ണാതോ യജുഷാമുദാം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. തത്ര ഗോദാധര പൈലഃ സാമഗോ ജൈമിനി കവി വൈശാംബയന ഏവകോ നിഷ്ണോദേ യജുഷ്മർദ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പ്രധാനപദ തർജ്ജമ ചെയ്ത് ശ്രീലപ്രഭ തത്ര അതിന്മേൽ ഋഗ്വേദ ധര ഋഗ്വേദ വിദഗ്ധൻ പൈലഹ പൈല എന്ന നാമധേയമുള്ള ഋഷി സാമഗഹ സാമവേദത്തിന് ജൈമിനി എന്ന ഋഷി കവി ഉന്നത യോഗ്യതയുള്ള വൈശംപായനൻ എന്ന നാമധേയനായ ഋഷിയും ഏവമാത്രം ഏകനായി നിഷ്ണാദ അതിനിപുണനായ യജുർവേദത്തിന്റെ മാഹാത്മ്യപ്പെടുത്തി. അപ്പോൾ ഇതിന് ശ്രീലപ്രഭാതരുടെ വിവർത്തനം ഭാവാർത്ഥം ജയ് ശ്രീലപ്രഭാത്. വേദങ്ങളെ 4ആയി വിഭജിച്ച ശേഷം പൈല ഋഷി ഋഗ്വേദത്തിന്റെയും ജൈമിനി സമവേദത്തിന്റെ ആചാര്യനായി തീരുകയും വൈശംപായന് യജുർവേദത്താൽ മാഹാത്മ്യപ്പെടുത്തുകയും ചെയ്തു. ഇപ്പൊ അതിന്റെ ഭാവാർത്ഥം നമ്മുടെ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. വൈവിധ്യമാർന്ന മാർഗങ്ങളിൽ വികസിക്കുന്നതിനായി വിവിധ വേദങ്ങൾ വിഭിന്ന പണ്ഡിതർക്ക് വിശ്വാസത്തിന്മേൽ ഏൽപ്പിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു വേദങ്ങളെ ഇതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ചെയ്തു എന്നല്ലേ. ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കാണ് ഓർമ്മ? വേദങ്ങളെയും പുരാണങ്ങളെയും എന്താണ് 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തു എന്ന് ഞാൻ ഇട്ടിരുന്നു. എത്ര പേര് അത് നോക്കിയിരുന്നു? നോക്കിയിരുന്നു അല്ലെ? മാതാജിക്ക് ഒന്ന് പറയാൻ ഓർമ്മയുണ്ടോ? പടം പഠിച്ചിട്ടില്ലേ? 4 വേദത്തെ 4ആക്കി. അത് കുറച്ച് ഋഗ്വേദം, അഥർവേദം, സാമവേദം, അങ്ങനെ 4 വേദമായി. പിന്നെ സത്വഗുണത്തിലുള്ള അതല്ല അങ്ങനെ ഇട്ടുണ്ടായിരുന്ന സത്വഗുണത്തിലുള്ള വേദം ഏതാണ്? സാമവേദം. സാമവേദം.
അതുപോലെ തന്നെ രജോ ഗുണത്തിലുള്ള വേദം യജുർവേദം. യജുർവേദം. തമോ ഗുണത്തിലുള്ള വേദം അഥർവേദല്ലേ? അഥർവവേദം. അപ്പൊ ഋഗ്വേദമോ? രെ- ത- ആരോ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, എനിക്ക് തോന്നുന്നു പിന്റു പ്രഭു ആണെന്ന് തോന്നുന്നു. ഋഗ്വേദം ഏത് കാറ്റഗറിയിൽ? അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ റിപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഗുണങ്ങൾക്കും ഉപരിയാണ് ഋഗ്വേദം. ഈ 3 ഗുണങ്ങൾക്കും മേലെയാണ്, നിർഗുണ വേദമാണ്. അപ്പൊ അതുകൊണ്ട് ഋഗ്വേദം അതിനു മുകളിലാണ് എന്ന് കണ്ടു അല്ലെ. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ആണ് എടുത്തിരുന്നത്. എന്നാൽ ഈ ശ്ലോകത്തിൽ നമ്മൾ വന്നപ്പോൾ ഇതിനെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തതെന്ന്, അതായത് ഈ ഓരോ വേദങ്ങളും നമ്മളെ എന്താണ് ഈ നമ്മളുടെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വേദവ്യാസൻ ആണല്ലോ ഇതിനെ പകുത്തത്. ഈ 4 വേദങ്ങളെയും 4ആക്കി സ്പ്ലിറ്റ് ചെയ്ത് വേദവ്യാസനാണ്. ഇപ്പൊ വേദവ്യാസൻ ആരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള പൈല ഋഷി ഋഗ്വേദത്തെയും, ഇപ്പൊ പൈല ഋഷി എന്ന് പറഞ്ഞ ഒരു ഋഷിയെ ഋഗ്വേദത്തിന്റെ ആചാര്യനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ചുമതലപ്പെടുത്തി. ഋഗ്വേദം പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനായിട്ടുള്ള അധികാരവും അവകാശവും ഒക്കെ ആർക്ക് കൊടുത്തു? പൈല ഋഷിക്ക്. അതുപോലെ തന്നെ ജൈമിനി ഋഷിയെ സാമവേദത്തിന്റെ ആചാര്യനാക്കി തീർത്തു, ജൈമിനി ഋഷി. അതുപോലെ തന്നെ വൈശംപായനെ യജുർവേദത്താൽ മാഹാത്മ്യപ്പെടുത്തുകയും ചെയ്തു. വൈശംപായനെ യജുർവേദത്താൽ മാഹാത്മ്യപ്പെടുത്തുകയും ചെയ്തു. വൈശംപായന ഉവാച എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? കേട്ടിട്ടുണ്ടല്ലേ? ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം വൈവിധ്യമാർന്ന മാർഗങ്ങളിൽ വികസിക്കുന്നതിനായി വിവിധ വേദങ്ങൾ വിഭിന്ന പണ്ഡിതർക്ക് വിശ്വാസത്തിന്മേൽ ഏൽപ്പിച്ചു. അപ്പം വേദവ്യാസന്റെ ശിഷ്യന്മാരായ ഇവർ ഇനിയുണ്ട്, അടുത്ത ശ്ലോകം വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുമിച്ച് അതിന്റെ എക്സ്പ്ലനേഷൻ തരാം, അടുത്തും കൂടെ വായിച്ചു കഴിഞ്ഞ്. അടുത്ത ശ്ലോകം 22. അഥർവാംഗിര സാമാസി സാമാസിൽ സുമന്ദർ ദാരുണോ മുനിഹി ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണ. അഥർവാംഗിര സാമാസി സുമന്ദർ ദാരുണോ മുനി ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണ. അഥർവാംഗിര സാമാസി സുമന്ദർ ദാരുണോ മുനി ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. അഥർവ അംഗിരസ ആസി സുമന്ദുർ ദാരുണോ മുനി ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. അഥർവാംഗിര സാമാസി സുമന്ദുർ ദാരുണി മുനി ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. അഥർവ വേദം അങ്കിരസാം, അങ്കിര എന്ന ഋഷിക്ക് ആസിൽ വിശ്വാസത്തിന്മേൽ ചുമതലപ്പെടുത്തി. സുമന്തു മുനി എന്നും അറിയപ്പെടുന്നു. ധാരുണ അഥർവ വേദത്തിന് പൂർണ്ണമായും പ്രതിജ്ഞാർപ്പിതമായി. മുനി ഇതിഹാസ പുരാണാനം ചരിത്രരേഖകളിലും പുരാണങ്ങളിലും. പിതാവ് എന്റെ രോമഹർഷണൻ എന്ന ഋഷി. വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കിരി സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. പ്രതിജ്ഞാർപ്പിതമായി പാരായണ നിരതനായ സുമന്തു മുനി അങ്കിരനിൽ അഥർവ വേദത്തെ നിക്ഷേപിച്ചു. എന്റെ പിതാവായ രോമകൃഷ്ണനെ പുരാണങ്ങളുടെയും ചരിത്രരേഖകളുടെയും ചുമതല ഏൽപ്പിച്ചു. അപ്പൊ ഈ തമോ ഗുണത്തിലുള്ള വേദമായ അഥർവവേദം, ഞാൻ അതാണല്ലോ പറഞ്ഞത്. എന്താണ് ഈ ആഭിചാരങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ദുർമന്ത്രവാദങ്ങളും ഒക്കെ ഉള്ളത് എവിടെയാണ്? അഥർവ വേദത്തിലാണ് അല്ലെ. മറ്റുള്ളവർക്ക് നമ്മളുടെ ഓരോ ഈ തമോ ഗുണികളായിട്ടുള്ള ആൾക്കാരാണല്ലോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് മോശം വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തമോ ഗുണത്തിലുള്ള ജീവിക്കുന്ന ആൾക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഗുണത്തിലുള്ളവരുടെ രുചി അനുസരിച്ചിട്ടുള്ള വേദമാണ് യജുർവേദം അല്ലെ, അഥർവവേദം. അപ്പൊ ആ അഥർവവേദം
പ്രചരിപ്പിക്കാനായിട്ട് അതിന്റെ ആചാര്യനായിട്ട് വേദവ്യാസൻ നിയമിച്ച ആരാണ്? ഇവിടെ ആരാണ് പേര് പറഞ്ഞ സുമന്ത് മുനി അല്ലെങ്കിൽ അങ്കിരൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിനെയാണ് നിയോഗിച്ചത്. സുമന്ത് മുനി അല്ലെങ്കിൽ അങ്കിരൻ. അങ്കിരസ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്കിരൻ നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. രണ്ടും ഒന്നാണോ രണ്ടാണോ എന്നുള്ളത് ഇതുവരെ നമുക്കത് വ്യക്തമാക്കാൻ പറ്റില്ല. അങ്കിരനും അങ്കിരസും ഒന്നാണോ രണ്ടാണോ എന്ന് നമുക്കറിയത്തില്ല. കാര്യം അങ്കിരസ് എന്ന് പറയുന്ന ആള് സപ്തർഷികളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം എന്തായാലും എനിക്ക് തോന്നുന്നില്ല തമോ ഗുണത്തിലുള്ള ഒരു വേദത്തെ, അതും വേദവ്യാസന്റെ ഈ അവതാരം നടക്കുന്നതിനൊക്കെ എത്രയോ മുൻപേ ഈ സപ്തർഷികളിൽ അങ്കിരസ് ഉണ്ടായിരുന്നു. അതേ അങ്കിരസ് തന്നെയാണോ ഈ പറയുന്ന അങ്കിരൻ എന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സുമന്ത് മുനി എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. സുമന്ത് മുനി. പിന്നെ അതുപോലെ തന്നെ എന്റെ പിതാവ് ആരാണ്? ഈ ഞാൻ ആരാണ്? ഈ ശ്ലോകം പറയുന്ന ആരാണ്? സൂതഗോസ്വാമി. സൂതഗോസ്വാമി. അപ്പൊ സൂതഗോസ്വാമിയുടെ പിതാവാണ് ആരാണ്? പേരെന്താണ്? രോമഹർഷി. രോമഹർഷൻ. രോമഹർഷനെയാണ് എന്തിനു വേണ്ടിയിട്ടാക്കിയത്? ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും പ്രചരിപ്പിക്കാനായിട്ട് ഏർപ്പെടുത്തിയ വ്യക്തിയാണ് രോമഹർഷണൻ. അപ്പൊ രോമഹർഷനെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു. വേദവ്യാസമുനി ആരെ എന്തൊക്കെ ഏൽപ്പിച്ചു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ശ്ലോകം വിട്ട് കണ്ടു അല്ലെ? ജൈമിനി മഹർഷി ഏൽപ്പിച്ചു. അതുപോലെ തന്നെ പൈല ഋഷിയെ ഋഗ്വേദത്തിനെയും ജൈമിനി മഹർഷിയെ സാമവേദത്തെയും വൈശമ്പായനെ യജുർവേദത്തിന്റെയും ഇപ്പൊ അഥർവ വേദത്തെ നമ്മൾ കണ്ടു. ഏത് മുനിയാണ്? സുമന്ത് മുനിയെ അല്ലെങ്കിൽ അങ്കിരനെ ഏർപ്പെടുത്തി. പിന്നെ പുരാണങ്ങളെ ഇതിഹാസങ്ങളെയും ആരെ ചുമതലപ്പെടുത്തി? രോമഹർഷണനെ ചുമതലപ്പെടുത്തി. അപ്പം ആരാണ് ഈ രോമഹർഷണൻ എന്ന് ചോദ്യം വരും. ഈ രോമഹർഷണൻ, അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ ശ്രീമദ് ഭാഗവതം തുടങ്ങിയപ്പോ തന്നെ ഈ രോമഹർഷണനല്ലേ നമ്മുടെ നൈമിഷാരണ്യത്തിൽ ഉള്ളത്? അതായത് ഈ ഭാഗവതം തുടങ്ങിയപ്പോഴത്തെ ക്ലാസ്സിൽ ഞാൻ ആ കഥ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഈ സൂതഗോസ്വാമി ഈ പറയുന്ന ഭാഗവതം ഗംഗാതീരത്ത് വെച്ച് കേട്ടിരുന്നു എന്ന് കേട്ടല്ലോ, പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തപ്പോൾ. അവിടെ നിന്ന് സൂതഗോസ്വാമി വന്നു കഴിഞ്ഞപ്പോൾ ഈ നൈമിഷാരണ്യത്തിൽ എന്താ കണ്ടത്? അദ്ദേഹത്തിന്റെ പിതാവ് വ്യാസാസനത്തിലായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹം ഈ ഭാഗവതം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അല്ലെ? മനസ്സിലാകുന്നുണ്ടോ? ഈ ഗംഗാതീരത്ത് നിന്ന് ഇദ്ദേഹം കേട്ടു എന്ന് നൈമിഷാരണ്യത്തിൽ കൂടിയ ഋഷിവര്യന്മാർക്കൊക്കെ മനസ്സിലായി. ആര് കേട്ടു? ശ്രീമദ് ഭാഗവതം വ്യാസദേവന്റെ പുത്രന്റെ അടുക്കൽ നിന്ന് ഡയറക്ട്ലി കേട്ട ആള് വരുവാണ്. അപ്പൊ ആളെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഈ ഭാഗവതം ഇത് കേട്ട ആള് ഇതുവഴി പറയുമ്പോഴല്ലേ അതിന്റെ മുഴുവൻ മധുരം കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശൗനകാദി ഋഷികളെല്ലാം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്. ആ സമയത്ത് അവിടെ ആരാണ് വ്യാസാസനത്തിൽ കയറിയിരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള രോമഹർഷൻ അവിടെ കയറിയിരുന്നു. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. കാര്യം ഭഗവാൻ ആരവിടെ ഇരിക്കണം എന്നാണ് ഇച്ഛിക്കുന്നത്? സൂതഗോസ്വാമിയിൽ കൂടെ ഈ ഭാഗവതം നമ്മളിലേക്ക് എത്തിക്കണമെന്ന് ഭഗവാന്റെ ഇച്ഛയുണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നു? അതേ സമയത്ത് ബലരാമൻ അതുവഴി വന്നു. ബലരാമൻ അതുവഴി വരികയും ആ സമയത്ത് എന്താണ് ചെയ്തത്? ഇദ്ദേഹം എണീറ്റില്ല. ബാക്കിയുള്ള എല്ലാ ഋഷിമാരും ബലരാമനെ എണീറ്റിട്ട് വന്ദിച്ചു. ബലരാമൻ ആരാണ്? നോ ഡിഫറൻസ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് ബലരാം. അതെ, പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. 64 ക്വാളിറ്റീസും ഭഗവാനുള്ളത് ബലരാമനും ഉണ്ട്. ഭഗവാന്റെ ഏറ്റവും ആദ്യത്തെ എക്സ്പാൻഷനുമാണ് ബലരാമൻ. പക്ഷെ എന്താണ് രണ്ട് വ്യത്യാസമുണ്ട് ഭഗവാനുമായിട്ട്. എന്താണ് വ്യത്യാസം? നിറത്തിലുമുണ്ട്, ഭാവത്തിലുമുണ്ട് അല്ലെ? ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? രണ്ട് വ്യത്യാസമാണ് ബലരാമനും കൃഷ്ണനും തമ്മിലുള്ളത് അല്ലെ? ഒരാള് സേവ സ്വീകരിക്കുന്നു, മറ്റൊരാള് സേവ കൊടുക്കുന്നു. ആരാണ് സ്വീകരിക്കുന്നത്? എല്ലാം സ്വീകരിക്കുന്ന ആളാരാണ്? ഭഗവാൻ അല്ലെ? ഭോക്താരാം യജ്ഞ തപസ്സൻ. ഞാനാണ് എല്ലാം സ്വീകരിക്കുന്ന ആള്. എല്ലാ യജ്ഞങ്ങളുടെ ഭോക്താവ് ഞാനാണ്. ഭഗവാൻ ഭോക്താവ്. ഇതിന്റെ ദാതാവ് ആരാണ്? ഇത് കൊടുക്കുന്നത് അത് ഭക്തന്റെ സ്ഥാനമാണ് അല്ലെ? ഗുരുവിന്റെ സ്ഥാനമാണ്. ആർക്ക്? ബലരാമൻ അല്ലെ? ഗുരുവാണ് ഭഗവാന്റെ ഏറ്റവും വലിയ സേവകൻ. അപ്പൊ ഗുരുവിന്റെ പ്രതിനിധിയാണ് ആര്? ബലരാമൻ. സർവ്വ ലോകത്തിലുള്ള ഏത് ഗുരുക്കന്മാരുടെയും പ്രതിനിധിയാണ് ബലരാമൻ.
ബലരാമൻ സേവ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ഭഗവാൻ സ്വീകരിക്കുന്നു. ഇതിന്റെയൊക്കെ പ്രതിനിധി അല്ലെ മോണിറ്റർ ആരാണ്? ബലരാമൻ. വ്യത്യാസം നിറത്തിലും, ഭഗവാൻ ശ്യാമവർണ്ണത്തിലും ഇദ്ദേഹം ഗൗരവർണ്ണത്തിലുമാണ് അല്ലെ. പിന്നെയുള്ളത് ഭാവത്തില്, ഒരാള് സ്വീകരിക്കുന്നു, മറ്റൊരാള് കൊടുക്കുന്നു. ഈ ബലരാമൻ തന്നെയാണ് ഭഗവാൻ എവിടെ ലീലകൾ എടുക്കാൻ പോയാലും അവിടെ എന്താണ്, മധുരയിൽ ഭഗവാൻ അവതരിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു? ബലരാമൻ 7ാമത്തെ ഗർഭത്തിൽ വന്ന് ബലരാമൻ അവതരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ബലരാമൻ ആ ഗർഭം മുഴുവനും ശുദ്ധമാക്കി. അതായത് ഒരു മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ ദേവകി അല്ലെ. അപ്പൊ ആ ദേവകിയുടെ ഗർഭം മുഴുവൻ എന്താണ്, ഭഗവാന്റെ ആഗമനത്തിന് വേണ്ടിയിട്ട് ബലരാമൻ വന്ന് ശുദ്ധമാക്കി അത് വാഷ് ചെയ്ത് എന്ത് ചെയ്തു? നേരെ യോഗമായ ആകർഷിച്ച്, സംഘർഷനാണ് ബലരാമൻ അല്ലെ, നേരെ ആകർഷിച്ചിട്ട് എങ്ങോട്ടേക്ക് പോയി? രോഹിണിയുടെ ഗർഭത്തിലേക്ക് പോയി. എവിടെ? എങ്ങോട്ടേക്ക്? എവിടെ? ഗോകുലത്തിൽ നന്ദഗോപരുടെ ഗൃഹത്തിൽ അതിഥിയായിട്ട് താമസിച്ചിരുന്ന, ഒളിച്ചു താമസിച്ചിരുന്ന രോഹിണിയുടെ ഗർഭത്തിലേക്കാണ് ഈ പറയുന്ന ബലരാമനെ കൊണ്ട് ബലരാമൻ അവിടെയാണ് നിക്ഷേപിക്കപ്പെട്ടത്. അങ്ങനെ ഭഗവാൻ അവിടെ അവതരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ആദ്യം ഒരുക്കിയത് ബലരാമനാണ്. അതുപോലെ തന്നെ രാമ അവതാരത്തിൽ എന്താണ്, ലക്ഷ്മണനായിട്ട് വന്നിട്ട് ഭഗവാന്റെ സേവ 14 വർഷവും ബലരാമൻ എന്ത് ചെയ്തു? ഭഗവാന്റെ സേവ ചെയ്യാൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ, ഒരു ജലപാനീയം പോലും ചെയ്യാതെ ഭഗവാന് സേവ ചെയ്യുമായിരുന്നു. ആര്? ബലരാമൻ. എന്നാൽ കൃഷ്ണാവതാരത്തിലാണെങ്കിൽ വ്രജധാമ ആരാണ്? ബലരാമാണ്. വ്രജധാമ ആയിട്ട് ബലരാമൻ എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഭഗവാന്റെ തലപ്പാവ്, ഭഗവാന്റെ മയിൽപീലി, ഭഗവാന്റെ ഓടക്കുഴല്, ഭഗവാന്റെ ഉത്തരീയം, ഭഗവാന്റെ പാതുകം എല്ലാമായിട്ട്, അതുപോലെ തന്നെ ഭഗവാന്റെ മെത്ത, കിടക്ക, എവിടെയാണ്? വൈകുണ്ഠത്തിൽ ഭഗവാന്റെ കിടക്ക, മെത്ത, ഇതെല്ലാം ആരാണ്? ശേഷൻ അല്ലെ, ആദിശേഷൻ അല്ലെ, അനന്തൻ, അതും ബലരാമനാണ് അല്ലെ. അപ്പൊ സദാസേവയാണ് അല്ലെ. ആർക്ക് പറ്റും ഇങ്ങനെ? ആ ബലരാമൻ ഈ അവതാരത്തിൽ, കൃഷ്ണാവതാരത്തിൽ കുറച്ച് ജ്യേഷ്ഠനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് ദേഷ്യവും മുൻകോപവും ഒക്കെ ഉണ്ട് അല്ലെ, ഒരു ക്രോധം. അപ്പൊ കാര്യം അവിടെ വെച്ചിട്ട് ശ്രീരാമന്റെ അനുജനായതുകൊണ്ട് എപ്പോഴും എന്താണ്, ആജ്ഞ അനുസരിച്ചിട്ടേ പറ്റുള്ളൂ അല്ലെ, ജ്യേഷ്ഠന്റെ. അപ്പൊ അത് കാരണം അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഇതേപോലെ പറ്റില്ല, ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞ അനുസരിക്കുന്ന രീതിയിലുള്ള ഒരു അവതാരം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ജ്യേഷ്ഠനായിട്ട് വന്നത്. അപ്പൊ ഭഗവാനെ അനുസരിപ്പിക്കാനായിട്ടുള്ള ആ ഒരു സേവ കിട്ടി അല്ലെ. ഫൈനലി നമ്മൾ നോക്കുമ്പോഴാണ് ഇവര് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പ്രശ്നമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഫൈനലി ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ എന്താ പറഞ്ഞു വന്ന്, ഈ ബലരാമൻ ഒരു കുറച്ച് മുൻകോപക്കാരനാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മാത്രം എണീറ്റില്ല. ആര്? വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആൾക്കാര് വേറെ എത്ര വലിയ വ്യക്തികൾ വന്നാലും എണീക്കണ്ട എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ വ്യാസാസനത്തിൽ ഇരിക്കുമ്പോൾ വ്യാസദേവന്റെ പ്രതിനിധിയാണ്. വ്യാസദേവന്റെ പ്രതിനിധിയായിട്ട് വരുവാണെന്നുള്ള, എന്റെ ശിക്ഷാഗുരുവോ ദീക്ഷാഗുരുവോ വന്നാൽ പോലും എണീക്കണ്ട എന്നുള്ളതാണ് അതിന്റെ ആ ഒരു ചെറിയൊരു നമ്മളൊരു പറച്ചിൽ നാട്ടിൻപുറത്ത്. വ്യാസദേവന്റെ പ്രതിനിധി ആയതുകൊണ്ട് ആ വരുന്ന ആൾക്കാര് റെസ്പെക്ട് ചെയ്യണം വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ. ഇതാണ് ഒരു നമ്മുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആരാണ്? സാക്ഷാൽ ഭഗവാനാണല്ലേ. അപ്പൊ വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഒന്ന് എണീറ്റ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ. ബലരാമൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അവിടുന്ന് ഒരു ദർഭ എടുത്തിട്ട് ഒരു ഏറെറിഞ്ഞു. അതോടുകൂടി രാമകൃഷ്ണൻ വടിയായി. രാമകൃഷ്ണൻ വടിയായി. അപ്പൊ ഈ സ്ഥലത്ത് സൂതഗോസ്വാമി ഇങ്ങനെ നിൽക്കുകയാണ്. സ്വന്തം പിതാവിന്റെ മരണം സമയത്ത് ബലരാമൻ ആജ്ഞാപിക്കുകയാണ്, ഇവിടെ ഇരുന്ന് ഇതേ വ്യാസാസനത്തിൽ നീ ഇരുന്ന് എന്ത് ചെയ്യണം? ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കണമെന്ന്. ഭഗവാന്റെ ആജ്ഞയല്ലേ, സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. സാക്ഷാൽ ഭഗവാൻ എന്ന് പറയാണ്. ബലരാമൻ അത് അനുസരിച്ചിട്ടില്ലെങ്കിലോ? പിതാവിന്റെ മൃതശരീരം ഒരു സ്ഥലത്ത് കിടക്കുന്നു, എന്താണ് അവിടെ വന്ന് ഭാഗവതം പറഞ്ഞു കൊടുക്കാനെന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിലെ സാധാരണഗതിയിലുള്ള ഒരു വ്യക്തിക്ക് പറ്റുമോ ഈ ഒരു സാഹചര്യത്തിൽ അതിജീവിക്കാനായിട്ട്? പക്ഷെ അവിടെ ഇരുന്ന സന്യാസി വര്യന്മാരൊക്കെ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളും അന്ത്യശുശ്രൂഷകളും എല്ലാം അവിടെ ചെയ്തു. ഇദ്ദേഹം വ്യാസാസനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു പൂജകള്, വ്യാസാസനത്തിൽ ഒരാളെ ആരോഗ്യതനാക്കാനായിട്ടുള്ള കാര്യം ബലരാമന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലേ. അപ്പൊ അല്ലെങ്കിൽ പുലയുള്ള ആൾക്ക് ഇരിക്കാൻ പറ്റില്ല. കാര്യം ഇത്
സാക്ഷാൽ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ഓവർകം ചെയ്യാണ്ട് സാധിക്കും. ഈ പുല വാലായ്മ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതിനെയും ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ എന്താണ് ഓവർ റൈഡ് ചെയ്യും. അങ്ങനെ വ്യാസാസനത്തിൽ ഇരുന്നിട്ട് ഈ പറയുന്ന ശ്രീമദ് ഭാഗവതം നമ്മളിപ്പോ കേൾക്കുന്ന ഈ ഭാഗവതം സൂത ഗോസ്വാമി പറഞ്ഞു തുടങ്ങുകയായിരുന്നു. അതേ രാമകൃഷ്ണനാണ് എന്നെയാണ് വ്യാസദേവൻ ഏർപ്പെടുത്തിയത് ഈ പറഞ്ഞ ഇതിഹാസങ്ങൾ. പുരാണങ്ങൾ. ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? നമ്മളുടെ 2 ഇതിഹാസങ്ങള്, മഹാഭാരതം, രാമായണം. രാമായണവും മഹാഭാരതവുമാണ് മഹാഭാരതം. 2 ഇതിഹാസങ്ങൾ. പിന്നെ 18 പുരാണങ്ങൾ. അതിൽ 18 പുരാണങ്ങളിൽ 18ാമത്തെ പുരാണം ഭാഗവത പുരാണം. ബാക്കിയുള്ള 6 ഡിവിഷൻ ഞാൻ അയച്ചു തന്നിട്ടാണ് ഗ്രൂപ്പിൽ. കണ്ടോ? വായിച്ചോ? ഗ്രൂപ്പിൽ അയക്കുന്ന ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അയക്കാറുള്ളൂ. അതെല്ലാരും നോട്ടായിട്ട് എഴുതി വെക്കണം. പിന്നീട് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയരുത്. ഓരോ പുരാണങ്ങളും ഏതൊക്കെ ഗുണത്തിനെ അടിസ്ഥാനമാക്കി എന്ന് എഴുതിയിട്ടുണ്ട്. 6 പുരാണം എന്താണ് രജോ ഗുണത്തിലെ, 6 പുരാണം തമോ ഗുണത്തിലെ, 5 പുരാണം സത്വഗുണത്തിലെ. അതിൽ ഭാഗവത പുരാണം ഇല്ല എന്ന് പിന്റു പ്രഭുജി എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ എന്റെ മറുപടി ആയിട്ട് കൊടുത്തിരുന്നു, ഭാഗവത പുരാണം ഈ ഗുണങ്ങളിൽ പെട്ടതല്ല, ഗുണങ്ങളിലും ഉപരിയാണ് എന്ന് പറഞ്ഞു. അല്ലെ, ഗുണങ്ങൾ ബാധിക്കുന്നില്ലേ? 3 ഗുണങ്ങൾ ഭാഗവതം പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ത്രിഗുണങ്ങള് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവര് ശുദ്ധ സാത്വിക് മൂഡിലായിരിക്കും, സാത്വികത്തിനേക്കാളും ഉയർന്ന മൂഡിലായിരിക്കും. അപ്പോൾ നമ്മള് ഇനി അടുത്തത്, ഞാൻ ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരാൻ സമയമുണ്ടെങ്കിൽ നമുക്ക്. അടുത്ത ഏത് ശ്ലോകമാണ്? 23. ഈ ശ്ലോകങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. ഈ ഓരോ മുനിമാരും എന്തിനാണ്, സപ്തർഷികൾ ആരായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. എത്ര ഋഷയോ വേദം സ്വം സ്വം വ്യസ്യന്ന നേകത ശിഷ്യൈ പ്രശിഷ്യൈസ്തൈ വേദാസ്തൈ ശാഖിനോ ഭവൻ. എത്ര ഋഷയോ വേദം സ്വം സ്വം വ്യസ്യന്ന നേകത ശിഷ്യൈ പ്രശിഷ്യൈസ്തൈർവേദാസ്ത ശാഖിനോ ഭവൻ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ശ്ലോകം 23. എത്ര ഋഷയോ വേദം സ്വം സ്വം വ്യസന്നനേകത ശിഷ്യൈ വേദാസ്തേ ശാഖിനോ ഭവൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ശോഭന മാതാജിക്ക് വായിക്കാമോ? വായിക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 23. ഓം നമോ ഭഗവതേ വാസുദേവായ. തദ ഏത ഋഷിയോ വേദം സ്വസ്തം വ്യസനാഗേഗദാ ശിഷ്യസേ ശിഷ്യോർവേദസ്തദേ സസിനോർഭവൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. തേ അവർ, അതെല്ലാം, ഋഷയഃ പണ്ഡിത വിദ്വാൻമാർ, വേദം യഥായോഗ്യ വേദങ്ങൾ, സ്വംസം അവരിൽ നിക്ഷേപിച്ച സ്വവിഷയങ്ങൾ വൃസ്രൻ അർപ്പിച്ചു, അനേകത നിരവധി, ശിഷ്യൈഹി ശിഷ്യന്മാർ, പ്രശിഷ്യൈ പ്രതിശിഷ്യന്മാരും, തൽ ശിഷ്യൈ പ്രശിഷ്യ ശിഷ്യർ, വേദ തേ യഥാനുക്രമ വേദ അനുവർത്തികൾ, ശാഖിന ഭിന്നശാഖകൾ, അഭവൻ ഇപ്രകാരം ആയിത്തീർന്നു. വിവർത്തനം ഭാവാർത്ഥം. ദിവ്യൻഗിരി സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. അവരവരുടെ ഊഴമായപ്പോൾ ഈ സർവ വ്യുൽപ്പത്തി പണ്ഡിതരും തങ്ങളിൽ നിക്ഷിപ്തമായിരുന്ന വേദത്തെ നിരവധി ശിഷ്യന്മാർക്കും പ്രശിഷ്യന്മാർക്കും ചുമതലപ്പെടുത്തി നൽകി. അപ്രകാരം വേദങ്ങളുടെ യഥാനുക്രമ ശാഖാനുവർത്തികൾ നിലവിൽ വന്നു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു വേദങ്ങൾ വീണ്ടെടുത്ത കാര്യം ഭഗവാൻ. അങ്ങനെ ആ വേദങ്ങൾ എങ്ങനെ ബ്രഹ്മദേവന് കൊടുത്തു, ബ്രഹ്മദേവനിൽ നിന്ന് നാരദമുനിയിൽ കൂടെ വ്യാസദേവനിൽ വന്ന് വ്യാസദേവൻ അതിനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ ശിഷ്യന്മാരും അവരുടെ പ്രതിശിഷ്യന്മാരും ഒക്കെ ആയിട്ട് എന്താണ് ഇതിങ്ങനെ അതങ്ങനെ പരമ്പരകളായിട്ട് ഇങ്ങനെ പോന്നു. പ്രതിശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരുമായിട്ട് ഇത് പകർന്ന്
ഗുരു ശിഷ്യ സമ്പ്രദായ പ്രകാരം ഈ വേദങ്ങള് ഇപ്പോഴും നമ്മളുടെ അടുക്കൽ ഈ കലിയുഗത്തിൽ നിലനിൽക്കുന്നു. ഗുരു ശിഷ്യ സമ്പ്രദായ പ്രകാരം നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ജ്ഞാനമീമാതാജി അതിന്റെ ഭാവാർത്ഥം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കീജെ. വിജ്ഞാനത്തിന്റെ യഥാർത്ഥ ഉറവിടം വേദങ്ങളാകുന്നു. യഥാർത്ഥ വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കാത്ത സാംസ്കാരികവും അതീന്ദ്രിയവുമായ യാതൊരു വിജ്ഞാന ശാഖകളുമില്ല. അവ വിഭിന്ന ശാഖകളുമായി വിഭജിച്ചിരിക്കുന്നു. പണ്ഡിതരും ബഹുമാന്യരും ശ്രേഷ്ഠരുമായ ആചാര്യന്മാർക്ക് അവ ഏൽപ്പിച്ചു നൽകപ്പെട്ടിരിക്കുന്നു. അതായത് വ്യത്യസ്ത ശിഷ്യ പരമ്പരകളിലൂടെ അനേകങ്ങളായി വിഭജിക്കപ്പെട്ട വേദവിജ്ഞാനത്തെ അഖില ഭുവനവും വ്യാപിപ്പിച്ചിരിക്കുന്നു. ആകയാൽ വേദങ്ങൾക്ക് ഉപരിയായ യാതൊരു സ്വതന്ത്ര ജ്ഞാനത്തെയും ആർക്കും അവകാശപ്പെടാനില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോ നമ്മൾ കണ്ടു ഈ പറയുന്ന വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ജ്ഞാനമാണ് അല്ലെ, പരമമായ ജ്ഞാനം, അറിവ്. അപ്പൊ അറിവ് കിട്ടണമെങ്കിൽ, ജ്ഞാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടെങ്കിലേ നമുക്ക് ജ്ഞാനം കിട്ടുള്ളൂ. ഈ ജ്ഞാനം കിട്ടണമെങ്കിൽ ആ ജ്ഞാനം യഥാർത്ഥത്തിലുള്ള ജ്ഞാനമായിരിക്കണം. അത് പകർന്ന് തരുന്ന ആചാര്യനും നല്ല ജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം. അതുകൊണ്ടാണ് 4:34 ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ട തദ്വിധി പ്രണിപാതേന എന്ന് പറഞ്ഞ ശ്ലോകം നമ്മൾ പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും എന്താണ്, ഈ യോഗ്യതയുള്ള ശിഷ്യന്മാരായിരിക്കണം. അതുപോലെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇത് കേൾക്കാനും ഒരു യോഗ്യത, പറയാനും ഒരു യോഗ്യത. ഇതൊരു 2-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ശിഷ്യന്മാരും പ്രതി ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ, അതുകൊണ്ടാണല്ലോ നമ്മള് ഇപ്പോൾ പറയുന്നത് ഈ ഇസ്കോണിലൊക്കെ ദീക്ഷ എടുക്കുന്നതിന് മിനിമം യോഗ്യതകളൊക്കെ പറയുന്നത് അല്ലെ. യമനിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ നമ്മൾ പറയാം. അറ്റ്ലീസ്റ്റ് 28 യമങ്ങൾ ഉണ്ടെങ്കിലും നമ്മളോട് 4 പാലിക്കാനായിട്ട് പറയുന്നുണ്ട് അല്ലെ, കർശനമായിട്ടും. ഇതില്ലാത്തവർക്ക് ഗുരുദീക്ഷ കൊടുക്കില്ല. ഇത് എങ്കിലും പാലിക്കാത്തവർക്ക് ഗുരുദീക്ഷ കൊടുക്കത്തില്ല എന്നുള്ളത് അറിയാമല്ലോ അല്ലെ. മിനിമം 4 യമനിയമങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ ശിഷ്യന്മാർക്കും ശിഷ്യന്മാർക്കും ഇതേ ക്വാളിറ്റി. ഇപ്പൊ ആരിൽ നിന്ന് കേട്ടു, ആ ശ്രവണം. പണ്ടൊന്നും ആൾക്കാർ നോട്ട് എഴുതിയിട്ടൊന്നും അല്ലല്ലോ. ഇപ്പൊ ഈ കമ്പ്യൂട്ടർ AI എല്ലാം ഉണ്ടായിട്ട് ഓരോരുത്തർക്ക് മന്ദമതികളാണെന്ന് എത്ര വാസ്തവത്തിലാണ് പറഞ്ഞത് അല്ലെ. 4, 3, 7 കൂട്ടനെ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാതെ എത്ര പേർക്ക് അറിയാം. പക്ഷെ ജ്ഞാനാംബിക മാതാജി ചോദിച്ചു നോക്കിയാൽ ജ്ഞാനാംബിക മാതാജി വലിയ മാത്തമാറ്റിക്സ് ഒക്കെ പണ്ടത്തെ ഇതിൽ പഠിച്ചപ്പോ കാണാതെ പറയും. നമുക്കത് കാൽക്കുലേറ്റർ അടിച്ചാലും മൊബൈലിൽ അടിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കണം, അല്ലെങ്കിൽ AI ചോദിക്കണം. വ്യത്യാസം എന്താണ്? കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകും തോറും നമ്മൾ തീരെ മന്ദബുദ്ധികളായി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം പണ്ട് ഈ ഒരു നോട്ടും എഴുതിയിട്ടല്ല സൂതഗോസ്വാമി ഈ പറയുന്ന ഗംഗാതീരത്ത് വെച്ച് കിട്ട ഭാഗവതം പറഞ്ഞ് നമുക്ക് തന്നതല്ലേ. അദ്ദേഹം അദ്ദേഹം ശ്രവണത്തിൽ കൂടെ അത് മുഴുവൻ ഹൃദയത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ അതേപടി അദ്ദേഹം പറഞ്ഞു തന്നു. അവിടെ കേൾക്കാനിരിക്കുന്ന ആൾക്കാര് ശൗനകാദി ഋഷികളുടെ ചോദ്യങ്ങളാണ് കേട്ടതല്ലേ. ഇത്ര ക്വാളിറ്റിയുള്ള ചോദ്യങ്ങളാണ്. സാധാരണഗതിയിൽ ഉള്ള മറ്റൊരാളെ പരീക്ഷിക്കാനായിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്തത് അല്ല. അത്ര ക്വാളിറ്റിയുള്ള ഉയർന്ന സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചത്. ശ്രോതാക്കൾ എത്ര ആകാംക്ഷയോടെ ഇരിക്കുന്നതെന്ന് ഓരോ ചോദ്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പറയാനുള്ള ആൾക്ക് അതിലും കൂടുതൽ താല്പര്യം വരുന്നു. കേൾക്കുന്നവരുടെ താല്പര്യം കൂടുന്നതനുസരിച്ചിട്ട് പറയുന്നവരുടെ താല്പര്യം അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല അല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് പലതരത്തിലുള്ള ഗുരുശിഷ്യ സമ്പ്രദായത്തിൽ കൂടെയാണ് ഇതെല്ലാം എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം അല്ലെ. നമ്മൾ 4 തരത്തിലുള്ള ഗുരുശിഷ്യ സമ്പ്രദായത്തെ പറ്റി, വൈഷ്ണവ സമ്പ്രദായങ്ങളെ പറ്റി അറിയാം. അതുപോലെ ശൈവരുടെ ഇടയ്ക്കിലും ഉണ്ട് സമ്പ്രദായങ്ങൾ. നിങ്ങൾക്ക് അറിയാലോ, അഘോരികള്, പിന്നെ നാഗസന്യാസിമാര്, പിന്നെ വേറെ അങ്ങനെ പല കാറ്റഗറിയിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. ശങ്കരാചാര്യരുടെ ഫോളോവേഴ്സ്, അദ്വൈതികള്, അങ്ങനെ അവരുടെ കൂട്ടത്തിലും ഉണ്ട്. അങ്ങനെ പല സമ്പ്രദായങ്ങൾ സിഖുകാരുടെ ഇടയ്ക്കിലുണ്ട്, നേപ്പാളികളുടെ ഇടയ്ക്കിലുണ്ട്. ഈ സമ്പ്രദായ വിഹീനമായിട്ടുള്ള ആൾക്കാരും ചിലപ്പം ഞാൻ ഗുരുവാണെന്ന് സ്വയമേ പ്രഖ്യാപിച്ചിട്ട് ചിലർ കാലും കൊണ്ട് അനുഗ്രഹം കൊടുക്കുന്നവരുണ്ട്. ചില സ്വാമിമാര് കാണും. ചിലർ അന്തരീക്ഷത്തിൽ നിന്ന് മാജിക്ക് പഠിച്ചിട്ട് എന്ത് ചെയ്യും, ഭസ്മമൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുന്നു.
അങ്ങനെ പലതരത്തിലുള്ള കലിയുഗമായതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടു. പക്ഷെ നമ്മള് ഫോളോ ചെയ്യേണ്ടത് ആധികാരികമായിട്ടുള്ള പരമ്പര, അല്ലെങ്കിൽ ഇതിന് മൂല്യച്യുതി ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണ്. ഇന്ന് നാട്ടിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് ഒരു ഭാഗവത സപ്താഹം കേൾക്കാൻ പോയ രുക്മിണി സ്വയംവരം. അങ്ങനെ ഒരു രുക്മിണിയെ ഭഗവാൻ പരിണയം ചെയ്തു എന്ന് പറയുന്നത് വെറും സങ്കല്പ കഥയാണ്. ഭാഗവത ആചാര്യനാണ്. എന്നാ പിന്നെ എന്തിനാ ഇയാള് വല്ല പിച്ചച്ചട്ടി എടുത്ത് അദ്ദേഹം എവിടെയെങ്കിലും പോയി വ്യഭിചരിച്ച അതിലും നല്ലതാണെന്ന് തോന്നുന്നു. ഭാഗവതം പറയാണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിലെ മുഴുവനും കഥാപാത്രങ്ങളും ഇതൊരു സങ്കല്പ കഥയാണ് ഭാഗവതം. അതുപോലെ തന്നെ അതിന്റെ അവസാനം പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏതോ ഒരു ശ്ലോകം പറഞ്ഞു. ആ ശ്ലോകം നമുക്കറിയാം, അവസാനത്തെ ശ്ലോകം ഏതാണെന്ന്. നാമസങ്കീർത്തന യസ്യ എന്നുള്ള ശ്ലോകമാണ്. പക്ഷെ അയാളെ വേറെ ഏതോ ശ്ലോകം പറഞ്ഞിട്ട് ഇത് മുഴുവനും സാങ്കല്പികമായിട്ട് എഴുതിയതാണ്. അതുപോലെ തന്നെ രാവണന് 10 തലയുണ്ടെന്ന് പറയുന്ന 10 തലയുണ്ടോ? കുന്തിദേവിക്ക് സൂര്യദേവനിൽ നിന്ന് എങ്ങനെയാണ് ഗർഭം കിട്ടിയത്? അതുപോലെ എന്താണ് സൂര്യഗോളത്തിൽ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? അപ്പൊ സൂര്യന് പുത്രൻ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം അവിടെ പറഞ്ഞു. ലോജിക്കലായിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുയർത്തി എന്ന് വേണം കരുതാനായിട്ട്. അങ്ങനെ ഭഗവാൻ ഈ ഈ ഇങ്ങനെ ഒരാൾ നീല കളറിൽ എങ്ങനെ ഒരാളുടെ ശരീരമാകാൻ പറ്റും? അതുപോലെ തന്നെ പൊളിച്ചപ്പോൾ ബ്രഹ്മാണ്ടം കണ്ടെന്ന് പറയാനായിട്ട് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അപ്പൊ ഇവരൊക്കെ എത്ര അല്പരാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഭഗവാന്റെ പരമദിവ്യോത്തം പുരുഷത്വം. ഇത് കേൾക്കുന്നവർ രണ്ട് അടി കൊടുത്തു വിടണമായിരുന്നു. അതാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു, പബ്ലിക് ഞാനടക്കം പിരിവ് കൊടുത്തു. പബ്ലിക് ഞാനടക്കം അവിടെ പിരിവ് കൊടുത്തു ആ ക്ഷേത്രത്തിലേക്ക്. നമ്മളുടെ ഒരു ബന്ധു പറഞ്ഞ് അവിടെ എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് സപ്താഹമൊക്കെ ആയത് കാരണം ഞാനടക്കം പിരിവ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്ത പിരിവ് ആദ്യമായിട്ട് എനിക്ക് നഷ്ടമായി തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട, ഇതിൽ അപ്പുറത്തേക്ക് എനിക്ക് കേൾക്കണ്ട. ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആകും. അപ്പൊ അയാൾ നേരിട്ട് കാണുമായിരുന്നെങ്കിൽ അപരാധാണെങ്കിലും വെടിവെച്ച് കൊല്ലാൻ തോന്നുമായിരുന്നു. ഇങ്ങനെ ഭാഗവത സപ്താഹം കാശുണ്ടാക്കാൻ നടക്കുന്നതാണ്. കാശുണ്ടാക്കാൻ അങ്ങനെയാണെങ്കിൽ അയാൾ ഇതിലും നല്ലത് എന്താണ്, നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ഇതിന് പോകുന്നതല്ലേ നല്ലത്. അതെ, അതല്ലേ ഇത്രേ ആളുകളെ പറഞ്ഞ് 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 തെറ്റിദ്ധരിപ്പിക്കുകയില്ലേ. ഇത്രയും ആൾക്കാരിലേക്ക് ആ വിഷം എത്തിക്കുകയാണ് അല്ലെ, കാളകൂട വിഷം എത്തിക്കുകയാണ് ചെയ്യുന്നത് അതെ അല്ലെ. അതെ അതെ. ഭാഗവത സപ്താഹം എടുക്കാൻ പോയിരിക്കുന്ന ആള് പറയുന്നതാണ് ഭഗവാന്റെ പരമദിവ്യം. നമ്മളും ഭഗവാനുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാണ്ട് പറ്റും അല്ലെ? ഒരു ചെറിയ പർവ്വതം ഭഗവാന് എന്തുകൊണ്ട് ഉയർത്താൻ പറ്റുന്നില്ല? ഈ പ്രപഞ്ചം മുഴുവൻ ധരിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് ചിന്തിക്കുന്ന എന്താണ്, ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണെന്നല്ലേ. സർവ പ്രപഞ്ചങ്ങളും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണം സർവ പ്രപഞ്ചങ്ങളും ഇതില് ഭഗവാനിലാണ് അല്ലെ. ഇതില് ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഇതില് ഭാഗമല്ല. ഈ എഴുത്തച്ഛന്റെ ഒരു ഭാഗവതം എടുക്കും, എന്തെങ്കിലും ഒന്ന് വായിച്ചേച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. 10,000 10,000 20,000 അയാൾ പറയുന്ന കഴിച്ചാ കൊടുക്കും. ഈ 7 ദിവസത്തെ ചെലവും നടക്കും. ഇത് തന്നെ അവരുടെ ഒരു മാർഗമാ, ജീവിത മാർഗമാ. അല്ലാണ്ട് ഇത് ഭക്തി കൊണ്ടൊന്നും പോകുന്നതല്ല. ഇന്ന് രുക്മിണി ഇങ്ങനെയുള്ള ആചാര്യം സ്വയംവരത്തിന്റെ ഘോഷയാത്ര പിന്നെ അങ്ങനെ അയാൾ എന്തിനു നടത്തിച്ചു? ഘോഷയാത്രയൊക്കെ നടത്തിച്ചു. അതുപോലെ തന്നെ മറ്റേ കുചേലവൃത്തം ചെല്ലുമ്പോഴത്തേന് അവൽക്കിഴിയൊക്കെ പിന്നെ എന്തിനു സമർപ്പിച്ചു? ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എല്ലാം ഇയാൾ പൈസയ്ക്ക് വേണ്ടി. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ പൈസയോടുള്ള നീതിയെങ്കിലും കാണിക്കണ്ടേ? അതെ, പൈസയോടുള്ള അതെ, നീതി എന്താ അതെ. കാണിക്കേണ്ടത്? ഇയാൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഇയാള് ആ ജോലിയായിട്ടെങ്കിലും എടുത്ത അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞ് കൊടുക്കണ്ടേ? ഇത് എവിടെയുള്ള ആചാര്യനാണോ ഇത്? ഞാൻ പറഞ്ഞു, അത് എന്തായാലും ഞാൻ പിരിവ് കൊടുത്ത ആളെ ഒന്ന് വിളിക്കണം. ഇനി ഇതുപോലത്തെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ഇനി മേല ഭാഗവത അതെ, സപ്താഹം നടത്തരുത്. എന്തിനാ ഈ ദയവ് ചെയ്ത് സപ്താഹം? നടത്തിയില്ലേലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആ, കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്. കാര്യം അത്രയ്ക്ക് നാട്ടിലുള്ള ആൾക്കാർ പൊല്യൂട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ശങ്കരാചാര്യരുടെ ഒരു പരമ്പരയുണ്ട്. അവരൊന്നും അത്ര മോശമായിട്ട് പറയില്ല. പക്ഷെ ഭഗവാന്റെ ആ ഒരു പരമദിവ്യോത്തമ പുരുഷത്തെ മായയായിട്ട് കാണും. അവർക്ക് രൂപമില്ലാത്ത രീതിയിൽ ഒരു വർണ്ണന പറഞ്ഞു. എല്ലാം ഒന്നാന്ന് പറയും. ആ ഒരു ഫോൾട്ട് മാത്രമേ അവരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവര് തെറ്റിദ്ധരിപ്പിക്കുകയൊന്നുമില്ല. അവർ ശാസ്ത്രത്തിന് അടിസ്ഥാനമായിട്ട് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ രൂപമുള്ളതായിട്ട് അംഗീകരിക്കുന്നില്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമായിട്ടാണ് അവര് കാണുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന എന്താ പറയുന്നത്, ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തി.
ആണെന്ന് ആ നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്ര മദാസ്യ ശിഷ്യം ശ്രീ ശങ്കരാചാര്യ മദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വർത്തിക കാര്യമന്നാൻ അസ്മത് ഗുരും സന്തതമാനതോസ്മി. ഇതാണ് നാട്ടിൻപുറത്തിൽ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച ഗുരുപരമ്പരാ സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതിനകത്ത് പറയും അറിയാം പ്രഭു, എനിക്കറിയാം. നാരായണനിൽ നിന്ന് തുടങ്ങിയ പരമ്പര. നാരായണം പത്മഭുവം ആരാണ്? പത്മഭുവം എന്ന് പറഞ്ഞ ബ്രഹ്മാവ്. പത്മത്തിൽ, അതായത് താമരയിൽ ഉത്ഭവിച്ച. വസിഷ്ഠം ശക്തിം ചതത് പുത്ര പരാശരൻ ച, ശക്തിയുടെ പുത്രനായ പരാശരൻ, പിന്നെ പരാശരന്റെ പുത്രൻ വ്യാസദേവൻ. അങ്ങനെ അങ്ങനെ പോരുന്ന പരമ്പരകൾ അല്ലെ. പിന്നെ എന്താണ്? വ്യാസൻ, ശുഗൻ, ഗൗഡപദൻ. ഗൗഡൻ ആരാണ്? ചൈതന്യ മഹാപ്രഭു. ഗോവിന്ദ ആചാര്യർ, ഗോവിന്ദ മദാസ്യ പത്മ പാദം ഹസ്താമലകം ച ശിഷ്യം തം തോടകം, തോടകാചാര്യൻ, വർത്തികാരൻ അസ്മത് ഗുരു സന്തത. ഇങ്ങനെ ഒരു ഗുരുപരമ്പരയുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുരുപരമ്പരകൾ നാട്ടിൽ നിൽപ്പുണ്ട്. നമ്മൾ വൈഷ്ണവ പരമ്പരകളെ പറ്റി ആദ്യമായിട്ട് കൃഷ്ണാബോധത്തിൽ വന്നപ്പോഴാണ് നമുക്ക് അറിയുന്നത്. ബ്രഹ്മ, രുദ്ര, ശ്രീ, അതുപോലെ തന്നെ കുമാര, ഈ 4 സമ്പ്രദായങ്ങൾ. ഇത് 4മാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സമ്പ്രദായങ്ങൾ. മറ്റേ സമ്പ്രദായങ്ങൾ ഓതറൈസ്ഡ് ആണോ എന്ന് അവര് ഓതറൈസ്ഡ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വൈഷ്ണവർ അത് അംഗീകരിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം അവരെന്താണ്? മായാവാദിയാണ്. മായാവാദി ഫിലോസഫിയിലെ അദ്വൈതമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകണ്ട. നമ്മള് ഈ ജ്ഞാനം ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കേൾക്കുക. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ഞാൻ ഈ പറഞ്ഞ നാട്ടിൽ രുക്മിണി സമരം നടത്തിയ ആ ഭാഗവത ആചാര്യന്റെ പോലെ അവസ്ഥ, അത് കേൾക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെന്തിനാണ് ഈ സങ്കല്പം? എല്ലാ സങ്കല്പമാണ്. ഭഗവാന്റെ സങ്കല്പം കഥയാണ്. പിന്നെ എന്തിനാണ് ഇതിൽ വരുന്നത്? പിന്നെ എന്തിനാണ് പൂജ ചെയ്യുന്നത്? ഇതൊന്നുമില്ലാത്ത, അതുകൊണ്ടല്ലേ ഭഗവാൻ പറയുന്നത് എന്താണ്? അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമഭൂതം മഹേശ്വര. ഒരു മനുഷ്യനായിട്ട് സങ്കല്പിച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെറും മൂഢന്മാരായിരിക്കും. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, എന്റെ പ്രവൃത്തിയല്ല, അതീന്ദ്രിയമാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിനെ എന്താണ്? ഇപ്പൊ മാതാജിക്ക് ഒരു സംശയം ഉണ്ടായി. മാതാജി, ജ്ഞാനാംബിക മാതാജിക്ക് എന്തായിരുന്നു സംശയം? അതായത് ബലരാമന്റെ അമ്മയ്ക്ക് എങ്ങനെ ദിവ്യഗർഭമുണ്ട്? ദിവ്യഗർഭം തന്നെയാണത്. പക്ഷെ ആ കൂടെ തന്നെ നമ്മളൊരു കാര്യം, മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കംസൻ അദ്ദേഹത്തിനെ എന്താണ് മറ്റുള്ള ഭാര്യമാരുടെ അടുക്കലേക്ക് പോകാനായിട്ട് അനുവദിക്കുമായിരുന്നു. പിന്നെ ഈ ബലരാമനും കൃഷ്ണനും ഒരേ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. എവിടെ? ഗോകുലത്തില്. അതുപോലെ നന്ദഗാവിലേക്ക് മാറ്റിയപ്പോഴും അവിടെയും ഒരുമിച്ച് തന്നെ. അതുപോലെ തന്നെ മധുരയിലേക്ക് പോയപ്പോഴും അവിടെ ഒരുമിച്ച്, ദ്വാരകയിലേക്ക് പോയപ്പോ അവിടെ ഒരുമിച്ചാണ്. ഓക്കെ മാതാജി? അപ്പൊ പിന്നെ എങ്ങനെ ബലരാമനും ഭഗവാനും സുഹൃത്തായ എന്നുള്ള ചോദ്യത്തിന് മാതാജിക്ക് മാതാജിക്ക് അപ്പൊ ഇത് അറിയില്ലായിരുന്നു ഇത്രയും നാളും? ചോദിച്ച അറിയാം പ്രഭു, ആൾക്കാരോട് പറയാം. എന്നോട് ഒരാള് ചോദിച്ചത്. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടേ മോശമല്ലേന്ന് വിചാരിച്ചാ ഞാൻ ചോദിച്ചു പറഞ്ഞു. എനിക്ക് അറിയാമായിരുന്നു, കുഴപ്പമില്ല. എങ്കിലും എന്റെ അറിവ് ഞാൻ പാടുന്നില്ല, എന്റെ അറിവ് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ശരിക്കും പ്രഭുവിനോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് അറിയാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. അറിയാവുന്ന ആളുവാ, പക്ഷെ പുള്ളിക്ക് ഒരു സംശയം. കാരണം ഒരു ക്ലാസ് എടുത്തപ്പം അവിടെ ഇരുന്ന് ഒരാൾ ചോദിച്ചത്, എങ്ങനെ ഈ ജയിലിൽ 8 വർഷം കിടന്ന ആൾക്ക് എങ്ങനെ ഗർഭിണിയായി, പിന്നെ അതുപോലെ തന്നെ ഈ രണ്ടുപേരും കൂടെ എങ്ങനെ 2 സ്ഥലത്ത് ജീവിച്ചൊക്കെ എങ്ങനെ ഇതായി അതായി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു തരത്തിൽ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വഴിയുണ്ട് നമുക്കെന്ന് പറഞ്ഞ് ഞാൻ എന്റെ അറിവ് ഞാൻ പറഞ്ഞു കൊടുത്തില്ല. എനിക്ക് അറിയാമായിരുന്നു ഇതൊക്കെ, എങ്കിലും ഞാൻ പ്രഭുവിനോട് ചോദിച്ചു. മാതാജി കണ്ടിട്ടില്ലേ ദിവ്യഗർഭം എന്ന് പറഞ്ഞാൽ? നമ്മള് പുരാണത്തിലുള്ളതെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കല്ലേ. നമ്മള് ഈ ഒരു ദിവ്യഗർഭം കണ്ടു. ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസ്യെന്ന് ഇവിടെ എല്ലാം പബ്ലിസിറ്റി ആയി, പക്ഷെ അവിടെ വന്നു. അതുപോലെ തന്നെ ഹനുമാന്റെ എങ്ങനെയായിരുന്നു ഗർഭം? എങ്ങനെയായിരുന്നു മാതാജിക്ക് അറിയാമോ? ശിവഭഗവാന്റെ ബീജം. ഇവർ രണ്ടുപേരും കാട്ടാള വേഷത്തിൽ നടന്നപ്പോ, അല്ല, അല്ല ശിവഭഗവാന്റെ കുരങ്ങന്റെ ബീജം. വേഷത്തിൽ നടന്നപ്പം അല്ല, ഇവർ രണ്ടുപേരും കുരങ്ങന്മാരായിട്ട് നടന്നു കുറെ നാൾ, ഈ പാർവതി പരമശിവനും കൂടെ. അന്നേരമാണ് ഗർഭിണിയാകുന്നത്. അപ്പൊ കുരങ്ങൻ തന്നെയല്ലേ. അപ്പൊ ഈ ബീജം എടുത്ത് ഭഗവാന്റെ വായുവിന്റെ കൊടുത്തു. വായുദേവന്റെ ഇത് പിന്നെ അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കാൻ അപ്പം ഈ പറഞ്ഞു. അഞ്ജനയുടെ ഗർഭത്തിൽ അങ്ങനെയാണ് കുരങ്ങനായിട്ട് ഹനുമാൻ സ്വാമിയായിട്ട് വന്നത്.
അതെ. അപ്പം ഇവരെല്ലാവരും ഈ ഒരു മഹാദേവന്റെ രൂപം എടുക്കും. അപ്പൊ അതുപോലെ തന്നെ എത്ര വേറൊരു കാര്യം, മഹാഭാരതം. കുന്തി ദേവിയുടെ എല്ലാം ദിവ്യഗർഭമാണല്ലോ അല്ലെ? അതെ. കുന്തി അത് ദേവിക്ക് അവരിങ്ങനെ എല്ലാവരും അതെ. ഭാര്യാഭർത്തൃ ബന്ധം നിഷിദ്ധമായിരുന്നു. അപ്പൊ ഈ 5 ദേവതമാരെ പ്രാർത്ഥിച്ചിട്ടാണ്, 3 ദേവതമാരിൽ നിന്ന് കുന്തി ദേവിയും 2 ദേവതമാരിൽ നിന്ന് എന്താണ് മാദ്രിയും, മാതി അങ്ങനെയാണ് 5 പുത്രന്മാര് ഉണ്ടായത് അല്ലെ? 2 ദേവതമാര് ഒരാളേ ഉള്ളൂ. അശ്വനി ദേവന്റെ അശ്വിനി നേരത്തെയായിരിക്കും. ദേവന്മാരെ ഒന്നായിട്ടാ, 2 പേരാണെങ്കിലും അവരൊന്നായിട്ടാണ് കാണുന്നത്. അപ്പൊ നകുലനും സഹദേവനും ഉണ്ടായി. അവരെപ്പോഴും അതുപോലെ ഒരു തന്നെ പേരിലാണ് അറിയപ്പെടുന്നത്, ഒരുമിച്ചാ ഉള്ളത്. അല്ല അതുപോലെ തന്നെ അല്ലയോ പിന്നെ ഇവിടെ പിന്നെ ഇത് വ്യാസഭഗവാൻ ഉണ്ടായത്. വ്യാസഭഗവാനും ഒരു ഇതങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. അല്ലാതെ പരാശര മുനി ദ്വീപിൽ വെച്ചിട്ട് ആണ് ഒരു ഇത് അതുപോലെ തന്നെ അതുപോലെ വേറെ ഒരാളുടെ കാര്യം, അയ്യപ്പൻ നമ്മൾ ഇപ്പോഴത്തെ ഈ ടെസ്റ്റ് ട്യൂബ് ശിശു ഒക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം മഹാഭാരതത്തിലുണ്ടായിരുന്നു. ആരായിരുന്നു അത്? മറന്നുപോയി. ഗാന്ധാരി. ഗാന്ധാരി പ്രസവിച്ചെന്ന ഒരു മാംസപിണ്ഡമാണ്. മാംസകഷ്ണം. മാംസകണ്ഡം 100ആയിട്ട് എന്ത് ചെയ്തു? ആ മാംസകഷ്ണം മുറിച്ചിട്ട് ഇത്തിരി എന്ത് ഒരു ചെയ്തു? ബാക്കി വന്നതാണ് 100 കുടത്തിലാക്കി മൂടിക്കെട്ടി പ്രത്യേക ഔഷധങ്ങളൊക്കെ നിറച്ച് അതിനകത്ത് വെച്ച് അങ്ങനെ ഒരുപാട് ദിവസം ഒരുപാട് മന്ത്രോച്ചാരണവും അതും ഇതെല്ലാം കഴിഞ്ഞ് ഒരുപാട് പൂജകളും ഹോമങ്ങളും എല്ലാത്തിനും ശേഷമാണ് ഓരോ കുടം പൊട്ടിയാണ് ആ കുട്ടികളെല്ലാം വന്നത്, പുറത്തു വന്നത്. അവസാനം ഒരു കുടം ശകലം പൊട്ടി. കഷ്ണം ഉണ്ടായത് ആ പെണ്ണ് ദുശ്ശള. ആ 101 101 അല്ലെ? അങ്ങനെ ആ 101. 101. അപ്പൊ അങ്ങനെ പിന്നെ അല്ല അതുപോലെ തന്നെ ഇതും ഇല്ലായിരുന്നു പ്രഭു, എന്നാന്നറിയോ? ഈ നമ്മുടെ പിന്നെ അയ്യപ്പൻ ജനിക്കുന്നത് പിന്നെ മഹാവിഷ്ണു പിന്നെ മോഹിനിയും പരമശിവനും കണ്ട ഉടനെ അങ്ങനെ തുടയിൽ നിന്ന് എടുത്തത്. പ്രസവിച്ചൊന്നും അല്ലല്ലോ, തുട കീറി എടുത്തെന്നല്ലേ പറയുന്നു മോഹിനിയുടെ. അങ്ങനെയല്ല അയ്യപ്പൻ എന്ന് പറയുന്നത്. അതെ. അപ്പൊ മാതാജി, അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മള് നാട്ടിൻപുറത്തുള്ള ആൾക്കാര് ഇങ്ങനെ പറയുമെങ്കിലും നമ്മള് എന്താണ്, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന, അത് മാത്രമേ ഉള്ളൂ ഭഗവാനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരേയൊരു അതെ. സാഹചര്യമുള്ളൂ. അല്ലാതെ നമുക്ക് ഭഗവാനെ പറ്റി മനസ്സിലാകത്തില്ല. പ്രേമമാകുന്ന അഞ്ജനം കൊണ്ട് എഴുതിയാൽ മാത്രമേ ഭഗവാന്റെ പരമദിവ്യോത്തം പുരുഷൻ മനസ്സിലാകുകയുള്ളൂ, ഭഗവാനെ പറ്റിയുള്ള ശാസ്ത്രങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ അവിശ്വാസികൾക്ക് ഒരിക്കലും ഭഗവാനെ പറ്റി മനസ്സിലാകില്ല. ഭഗവാൻ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരമാണ് അവരെ സംബന്ധിച്ച്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിളിപ്പുറത്തുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിപ്പുണ്ട്, നമ്മൾ ജപിക്കുന്ന നാമത്തിൽ ഭഗവാനുണ്ട്, നാവിൻ തുമ്പിലുണ്ട് ഭഗവാൻ, അല്ലെ? നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃഷ്ണാബോധം ഫോളോ ചെയ്യുന്നവരുടെ, അതാണ് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ 24ാമത്തെ ശ്ലോകം എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ. ഞാൻ ഇതിന്റെ പറ്റി ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇത് മുഴുവൻ എടുത്ത് ഞാൻ പറയാമെന്ന്. സമയം തീരാറായാലും പെട്ടെന്ന് പോകാം. ത ഏവ വേദോ ദുർമേധൈർ ധ്യാന്യന്തേ പുരുഷൈര്യഥാ ഏവം ചകാര ഭഗവാൻ വ്യാസഃ കൃപണവത്സലഃ. ത ഏവ വേദാ ദുർമേധൈർ ധ്യായന്തേ പുരുഷൈര്യഥാ ഏവം ചകാര ഭഗവാൻ വ്യാസഃ കൃപണവത്സലഃ. ത ഏവ വേദാ ദുർമേധൈർധ്യായന്തേ പുരുഷൈര്യഥാ ഏവം ചകാര ഭഗവാൻ വ്യാസ കൃപണവത്സലഃ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ജയ കൃഷ്ണ. സ ഏവ വേദ ദുർമേധൈർധ്യാര്യന്തേ പുരുഷൈരഥ ഏവം ചകാര ഭഗവൻ വ്യാസ കൃപണ വത്സലഃ. ജയ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. മാതാജി അവൈലബിൾ അല്ല. ഓക്കെ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. തഥ ഏവ വേദ ദുർമേധർവമിന്ദ പുരുഷൈരഥ ഏവ ചകാര ഭഗവാൻ വ്യാസഃ കൃപണവത്സലഃ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭാതരുടെ പദാനുപത തർജ്ജമ ജയശ്രീല പ്രഭ. തേ ആ ഏവ നിശ്ചയമായും വേദ വിജ്ഞാന ഗ്രന്ഥം ദുർമേധഹി അല്പ ധീമത്താകിയാൽ ദാര്യന്തേ സ്വാത്മീകരിക്കാൻ കഴിയുന്നു. പുരുഷൈഹി മാനവരാൽ യഥാ അത്രത്തോളം ഏവം അപ്രകാരം ചകാര
ചകാര പ്രസാദനം ചെയ്തു ഭഗവാൻ സർവശക്തൻ വ്യാസ ശ്രേഷ്ഠ ഋഷി വ്യാസദേവൻ കൃപാണ വത്സല അജ്ഞരോട് അതികൃപയുള്ള വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ സേസി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത് ജയശിലപ്രഭാത് അപ്രകാരം അജ്ഞരോട് അതികൃപയുള്ള ശ്രേഷ്ഠനായ വ്യാസദേവൻ അല്പജ്ഞാനികൾക്ക് പോലും ഉൾക്കൊള്ളാനുതകും വിധം യഥായോഗ്യമായി വേദങ്ങളെ വിഭജിച്ചു. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം ഞാൻ അമ്പിയ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ജയശ്രീല പ്രഭാത് കി ജയ്. വേദം ഏകമാണ്. നിരവധി വിഭാഗങ്ങളിലായി വേദത്തെ വിഭജിച്ചതിന്റെ കാരണം ഇതോടൊപ്പം വിശദമാക്കുന്നു. ഏതൊരു സാമാന്യ വ്യക്തിക്കും അനായാസേന മനസ്സിലാകുന്ന വിധത്തിലല്ല സർവവിജ്ഞാന ബീജ വിഷയം. യോഗ്യനല്ലാത്ത ഒരു ബ്രാഹ്മണനും വേദ അഭ്യസനം നടത്തുവാൻ യത്നിക്കുന്നുവെന്ന് ഖണ്ഡനവുമുണ്ട്. എന്നാൽ ഈ ഖണ്ഡനം നിരവധി രീതികളിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു എന്ന ഏക കാരണത്താൽ ബ്രാഹ്മണീയ യോഗ്യതകൾ അവകാശപ്പെടുകയും വേദ അധ്യയനം ബ്രാഹ്മണ കുലത്തിന്റെ കുത്തകയായി അവകാശബാധ ഉന്നയിക്കുകയും ചെയ്യുന്നു. ബ്രാഹ്മണകുലത്തിൽ ജന്മം സംഭവിക്കാത്ത മറ്റൊരു വിഭാഗം ജനങ്ങൾ ഇതിനെ മറ്റു വർണ്ണങ്ങളിലുള്ള ജനങ്ങളോടുള്ള അനീതിയായി കരുതുന്നു. എന്നാൽ ഇരുവരും വഴിതെറ്റിക്കപ്പെടുന്നു. പരമപുരുഷനായ ഭഗവാൻ ബ്രഹ്മദേവന് പോലും വിശദീകരിച്ച് പ്രദാനം ചെയ്യപ്പെട്ട ശ്രദ്ധാവിഷയ പ്രതിപാദ്യങ്ങളാണ് വേദങ്ങൾ. ആകയാൽ സത്വഗുണത്തിൽ അധിഷ്ഠിതമായ സവിശേഷ ഗുണങ്ങളോടുകൂടിയ വ്യക്തികളാൽ മാത്രമേ ശ്രദ്ധാവിഷയത്തെ മനസ്സിലാക്കുവാൻ സാധ്യമാവൂ. രജോ ഗുണത്തിലും തമോ ഗുണത്തിലും അധിഷ്ഠിതമായ വ്യക്തികൾ വേദത്തിലെ പ്രതിപാദ്യ വിഷയം മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തവരാണ്. വേദവിജ്ഞാനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാകുന്നു. ഈ സവിശേഷ വ്യക്തിത്വത്തെ അത്യപൂർവമായി മാത്രമേ രജോ തമോ ഗുണ പ്രധാനികൾ മനസ്സിലാക്കുന്നുള്ളൂ. സത്യയുഗത്തിൽ ഏവരും സത്വഗുണത്തിൽ നിവിഷ്ടരായിരുന്നു. ക്രമേണ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും സത്വഗുണത്തിന് അധപ്പതനം സംഭവിക്കുകയും സാമാന്യ ജനങ്ങൾ ദുഷിക്കുകയും ചെയ്തു. വർത്തമാന യുഗത്തിൽ കലിയുഗത്തിൽ സത്വഗുണം മിക്കവാറും ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സാമാന്യ ജനങ്ങളിലും അപജയം സംഭവിച്ചിരിക്കുന്നു. ആകയാൽ അതിദയാലുവും പ്രബലനും ശ്രേഷ്ഠനുമായ ശ്രീല വ്യാസദേവൻ രജസ്തമോ ഗുണങ്ങളുടെ പ്രധാനികളായ അല്പജ്ഞാനികൾക്ക് പ്രായോഗികമായി അനുവർത്തിക്കുവാൻ ഉതകുന്ന വിധം വേദങ്ങളെ പലതായി വിഭജിച്ചു. താഴെ പ്രസ്താവിക്കും പ്രകാരം അടുത്ത ശ്ലോകത്തിൽ ഇവയൊക്കെ വിശദമാക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് അല്പജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ വരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വേദങ്ങളുടെ ഡിവിഷൻ വ്യാസദേവൻ നടത്തിയത്. അതായത് ഒറ്റ ഒരു വേദമായിട്ട് ആദ്യം ഇരുന്ന ഭഗവാന്റെ കയ്യിലിരുന്ന നോളേജ് വ്യാസദേവൻ എന്ത് ചെയ്തു, കലിയുഗത്തിലേക്ക് ഇങ്ങനെ വരുംതോറും ആൾക്കാർ മന്ദബുദ്ധിയും ആയുസ്സും എല്ലാം കുറഞ്ഞു വരുന്ന മന്ദസുമന്ദഗതി എന്നൊക്കെയാണ് പറഞ്ഞ ഭാഗവതത്തിൽ കലിയുഗത്തിന്റെ വർണ്ണനയിൽ പറയുന്നത്. അല്ലെ, ആൾക്കാർക്ക് തീരെ ബുദ്ധിയില്ല, മന്ദബുദ്ധിയാണല്ലോ അല്ലെ. അതുകൊണ്ടല്ലേ ഞാൻ മുമ്പളെ കണ്ട ഭാഗവത ആചാര്യൻ പറയുന്ന രീതിയിലുള്ള അവർക്ക് ഈ യുഗത്തിൽ വിട്ടിട്ട് വേറൊരു യുഗത്തിലേക്കുള്ള കാര്യങ്ങളെ പറ്റി അറിയത്തുമില്ല. അങ്ങനെ ഒരു യുഗമുണ്ടോ, ഇതെല്ലാം സങ്കല്പമാണെന്ന് പറയുകയാണ് അല്ലെ. ഈ കണ്ണിൽ നേരിട്ട് കാണുന്നത് മാത്രമേ അവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെ, സയന്റിസ്റ്റുകൾ ആരെങ്കിലും ലാബിൽ പ്രൂവ് ചെയ്ത കാര്യങ്ങളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തതൊന്നും അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഭഗവാൻ എന്താണ്, ഭഗവാന്റെ ഏതൊരു അംഗം മാത്രം മതി. അതായത് ഇന്ന ഒരു അംഗം ഉപയോഗിക്കണമെന്നില്ല അല്ലെ. അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരഞ്ജഗന്തി ആനന്ദ ചിന്മയ സതോജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാദി പുരുഷൻ തമഹം ഭജാമി. അദ്ദേഹത്തിന്റെ ഒരു അംഗങ്ങൾ കൊണ്ട് മറ്റു പല അംഗങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും. കാര്യം ഭഗവാൻ സുപ്രീം ആണല്ലേ, ഭഗവാൻ എന്തും ആകാം അല്ലെ, എന്തും ചെയ്യാനായിട്ട് സാധിക്കും. ഒരംഗങ്ങൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടി കൊണ്ടാണ് അദ്ദേഹം പ്രസാദം കഴിക്കുന്നത് അല്ലെ. ഭഗവാൻ നിവേദിച്ച ഭോഗം എങ്ങനെയാണ് ഭഗവാൻ അത് പ്രസാദമാക്കുന്നത്? അദ്ദേഹം ദൃഷ്ടി കൊണ്ട്. അപ്പം ഭഗവാൻ എന്താണ്, ദേവകിയുടെ ഗർഭത്തിൽ കയറാനായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടോ? നമ്മള് ഒരു സൂചിക്കകത്ത് ഒരു ആനയെ കയറ്റാനായിട്ട് ഭഗവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
നമ്മൾ ആ ഒരു കഥ കഴിഞ്ഞ ദിവസം കേട്ടതല്ലേ, ഒരു സൂചിയിൽ കൂടെ ആനയെ പുറത്തിറക്കാനായിട്ട്. എന്ന് പറഞ്ഞ പോലെ ഭഗവാന് സാധിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, അഗ്നിദേവൻ വന്ന് കൊണ്ടു കൊടുത്ത പായസത്തിൽ കൂടെയാണ് ശ്രീരാമാവതാരം നടന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. അതുപോലെ തന്നെ അഗസ്ത്യ മുനി, വസിഷ്ഠ മുനി എങ്ങനെയാണ് ഉണ്ടായത്? കുംഭസംഭവൻ എന്നാണ് പറയുന്നത് അല്ലെ. കുടത്തിന്റെ അകത്ത് എന്ത് ചെയ്തു, കുറെ വിഭവങ്ങളൊക്കെ ചേർത്ത് അങ്ങനെയാണ് ആ സൃഷ്ടി നടത്തിയത്. കുടത്തിനകത്ത് കുംഭസംഭവനാണ് അഗസ്ത്യനും വസിഷ്ഠനും ഒക്കെ. കുംഭസംഭവനാം അഗസ്ത്യൻ, കുംഭം എന്ന് പറഞ്ഞാൽ കുടം. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്നത് എന്താണ്, അന്നേ ഉണ്ടായിരുന്നു അല്ലേ. രണ്ടുപേരുടെ സത്തെടുത്ത് പുറമെ സംയോജിപ്പിച്ച് ഒരു കുടത്തിന്റെ അകത്താക്കി വെച്ചു. അതിന് ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പേര് പറയും അല്ലേ. അപ്പം അത് അന്നേ ഉണ്ടായിരുന്ന കാര്യമാണ്. അന്ന് ആ രീതിയിൽ പറയുന്നു, ഇന്ന് സയന്റിസ്റ്റ് വേറൊരു രീതിയിൽ പറയുന്നു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എന്താണ് രുചി എന്നനുസരിച്ചിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നതും അതിൻ്റെതായ യോഗ്യനായിട്ടുള്ള ആചാര്യന്മാരെ ഏൽപ്പിച്ചു കൊടുത്തതും. പിന്നീട് അവര് പറഞ്ഞ് തലമുറകൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരുന്നു. ഇപ്പം തമോ ഗുണത്തിലുള്ള ഒരാൾക്ക് ഋഗ്വേദം അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഭാഗവത പുരാണം ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ. ഇന്ന് ഞാൻ കേട്ട പോലെ ഭാഗവത ആചാര്യനാണെന്ന് പറഞ്ഞിട്ട് അവരോധിച്ചിരിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഭഗവാൻ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പൊട്ടൻസി തീരെ അറിയില്ല. അപ്പൊ അതേപോലെയുള്ള, അതുകൊണ്ടാണ് ഈ വ്യാസദേവൻ ഇത് അറിയാം, കലിയുഗത്തിന്റെ പ്രത്യേകതയും വരാൻ പോകുന്ന യുഗങ്ങളുടെ പ്രത്യേകത അറിയാവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിവൈഡ് ചെയ്ത് ഓരോ കാറ്റഗറിക്കും വേറെ വേറെ ഉപദേശിച്ചു കൊടുത്തത് അല്ലേ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാന് ആദ്യത്തെ 2-3 ശ്ലോകങ്ങളുടെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാമെന്ന് പറഞ്ഞ് സ്കിപ്പാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മള് ഈ സപ്തർഷികളൊക്കെ ആരൊക്കെയാണ്? ബ്രഹ്മദേവന്റെ മാനസ പുത്രന്മാരാണ് അല്ലെ. അപ്പൊ അതിൽ ആരൊക്കെയാണ്? ഋഗ്വേദത്തിന്റെ ഒട്ടനവധി സൂത്രങ്ങളുടെ ദ്രഷ്ടാവാണ് ഇദ്ദേഹം. ഈ അങ്കിരസ് മുനി എന്ന് പറയുന്ന മുനിയാണ് ഋഗ്വേദത്തിലെ ഒട്ടനവധി സൂത്രങ്ങൾ രചിച്ച ആളാണ്. അതുപോലെ വേദങ്ങളിലെ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സ്ഥാനം ഉണ്ട്. അഗ്നിയുടെ പുത്രൻ എന്നും ഇദ്ദേഹത്തെ അങ്കിരസിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പരമ്പര ദേവഗുരുവായ ബൃഹസ്പതി, കജൻ തുടങ്ങിയവർ അങ്കിരസത്തിന്റെ വംശത്തിൽപ്പെട്ടവരാണ്. അതുപോലെ ഭരദ്വാജ മഹർഷിയും ഇദ്ദേഹത്തിന്റെ പരമ്പരയിലാണ് വരുന്നത്. പിന്നെ അഥർവ വേദത്തിന്റെ നിർമ്മിതിയിൽ അങ്കിരസിന് വലിയ പങ്കുമുണ്ട്. പിന്നെ അടുത്ത് പൈലമുനിയുടെ കാര്യം പറഞ്ഞ, വേദവ്യാസൻ വേദങ്ങളെ 4ആയി വിഭജിച്ചപ്പോൾ അതിൽ ഋഗ്വേദം പഠിപ്പിക്കാനായിട്ട് തെരഞ്ഞെടുത്ത തന്റെ പ്രിയ ശിഷ്യനായ പൈലമുനിയായിരുന്നു. ഋഗ്വേദത്തിന്റെ ആദ്യ സംഹിതകൾ ലോകത്തിന് പകർന്നു നൽകിയത് പൈലനാണ്. അദ്ദേഹം തന്റെ ശിഷ്യന്മാരായ ഇന്ദ്രപ്രമതി, ഭാഷ്കലൻ എന്നിവർക്ക് അത് ഉപദേശിച്ചു കൊടുക്കുകയും അവർ വഴി ഋഗ്വേദം ലോകമെന്നും പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു ഈ പൈല മഹർഷി ഇത് വീണ്ടും പ്രചരിപ്പിച്ചത്? ഇന്ദ്രപ്രമതി, ഭാഷ്കലൻ എന്നിവർക്ക് അദ്ദേഹം ആദ്യം ഇത് ഉപദേശിച്ചു കൊടുക്കുകയും അവർ വഴിയാണ് ഋഗ്വേദം ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്. ഇനി അടുത്തത് മൂന്നാമത്തെ ജൈമിനിയാണ്. ജൈമിനി മഹർഷി വ്യാസന്റെ മറ്റൊരു പ്രമുഖ ശിഷ്യനാണ്. വ്യാസൻ അദ്ദേഹത്തെ സാമവേദം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഹൈന്ദവ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂർവമീമാംസ രചിച്ചത് ജൈമിനിയാണ്. അപ്പൊ ഈ ജൈമിനി മഹർഷി തന്നെ വേറൊരു രചന നടത്തിയിട്ടുണ്ട്, പൂർവമീമാംസ എന്ന് പറയുന്നത്. കർമ്മകാണ്ഡത്തിന് പ്രാധാന്യം നൽകുന്ന ദർശനമാണിത്. മഹാഭാരത ബന്ധം വ്യാസൻ രചിച്ച മഹാഭാരതം ജൈമിനിയും സ്വന്തം ശൈലിയിൽ രചിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജൈമിനി തന്നെ മഹാഭാരതം അദ്ദേഹത്തിന്റെ രീതിയിലും രചിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് ജൈമിനി ഭാരതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ജൈമിനി രചിച്ച ഭാരതത്തിന് ജൈമിനി ഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ അശ്വമേധ പർവ്വം മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ലഭ്യമായിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല ഈ കലിയുഗത്തിൽ. ഈ ജൈമിനി അന്ന് രചിക്കപ്പെട്ട ജൈമിനി ഭാരതത്തിന്റെ ഈ അശ്വമേധ പർവ്വം മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ.
4 വൈശമ്പായന ഋഷിയെ പറ്റിയാണ് പറയുന്നത്. വ്യാസന്റെ ഏറ്റവും പ്രശസ്തരായ ശിഷ്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം. വ്യാസൻ ഇദ്ദേഹത്തെ യജുർവേദമാണ് അഭ്യസിപ്പിച്ചത്. അപ്പം ഈ യജുർവേദം എപ്പോഴാണ് ഇത് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനമേജയ രാജാവ് നടത്തിയ സർപ്പസത്രത്തിനിടയിലാണ് വൈശമ്പായൻ മഹാഭാരത കഥ ആദ്യമായി പരസ്യമായിട്ട് ആലപിക്കുന്നത്. ഇപ്പൊ വൈശമ്പായന ഉവാച എന്ന് പറഞ്ഞ് നമുക്ക് മഹാഭാരതം വായിച്ചു നോക്കുന്നവർക്ക് അറിയാം. ഒരുപാട് വൈശമ്പായന ഉവാച കേൾക്കാൻ സാധിക്കും. ഈ വ്യാസർ രചിച്ച 24,000 ശ്ലോകങ്ങളുള്ള ഭാരതം ജനമേജയന് കേൾപ്പിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ്. അപ്പൊ ജനമേജയൻ ആരാണ്? ഇദ്ദേഹത്തിന്റെ മോന് പരീക്ഷത്തിന്റെ പരീക്ഷത്തിന്റെ മകനാണ് ജനമേജയൻ. പരീക്ഷിത്ത് എന്താണ് ചെയ്തത്? പരീക്ഷത്തിനെ സർപ്പം കടിച്ചു, തക്ഷം കടിച്ചു മരിച്ചതിന്റെ വൈരാഗ്യം ജനമേജയൻ എന്ത് ചെയ്തു? സർപ്പസത്രം നടത്തി സർപ്പങ്ങളെ ചുട്ടുകൊന്ന് തീർക്കുകയായിരുന്നു, അല്ലെ? അപ്പൊ ആ ജനമേജയന് ഈ മഹാഭാരതം കേൾപ്പിച്ചു കൊടുത്തത് ആരാണ്? വൈശമ്പായന മഹർഷിയാണ്. 24,000 ശ്ലോകങ്ങളുള്ള ഭാരതം. അപ്പം പിന്നീട് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായും യാജ്ഞവൽക്യൻ ശുക്ല യജുർവേദം സൂര്യഭഗവാനിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത് 5-ാമത്തെ സുമന്ത് മുനിയെ പറ്റിയാണ്. വേദവ്യാസൻ 4-ാമത്തെ വേദമായ അഥർവവേദം ഏൽപ്പിച്ചു കൊടുത്തത് സുമന്ത് മുനിയായിരുന്നു. അദ്ദേഹത്തിന്റെ സംരക്ഷകനും പ്രചാരകനുമായിരുന്നു ഇദ്ദേഹം. ആര്? സുമന്ത് മുനി. ലൗകിക ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള മന്ത്രങ്ങളും ഔഷധവിധികളും തുടങ്ങിയ അഥർവവേദം സുമന്തു തന്റെ ശിഷ്യന്മാരിലൂടെ തലമുറകളിലേക്ക് കൈമാറി. ഇനി അടുത്ത രോമഹർഷ ഋഷിയാണ്. വ്യാസന്റെ ശിഷ്യന്മാരിൽ വേദങ്ങൾക്ക് പുറമെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സൂതവംശജനായ ഋഷിയാണ് രോമഹർഷൻ. അപ്പൊ സൂതവംശജനാണ് ഇദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേൾവിക്കാരിൽ രോമാഞ്ചം ഉണ്ടാക്കുന്ന രീതിയിൽ കഥ പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് രോമഹർഷൻ എന്ന് പേര് വന്നത്. മനസ്സിലായല്ലോ? രോമഹർഷൻ എന്ന് പറഞ്ഞാൽ രോമാഞ്ച പുളകിതമാകും കേൾവിക്കാർക്ക്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ രോമഹർഷൻ എന്ന് പേരുണ്ടായി. പക്ഷെ ഭഗവാൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം എന്താണ്? അഹങ്കാരം ഉണ്ടല്ലേ, അറിവുണ്ടെന്നുള്ള. അതുകൊണ്ടല്ലേ ബലരാമൻ അദ്ദേഹത്തെ വധിച്ചത്. വ്യാസൻ ക്രോഡീകരിച്ച 18 മഹാപുരാണങ്ങളും ഉപപുരാണങ്ങളും ലോകത്തിന് വിളമ്പിയത് രോമകൃഷ്ണനാണ്. ഇന്ത്യൻ നൈമിശാരണത്തിൽ വെച്ച് നടന്ന യാഗത്തിൽ ബലരാമനെ വേണ്ടവിധം ആദരിക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവത്തിൽ ബലരാമനാൽ ഇദ്ദേഹം വധിക്കപ്പെട്ടു. പിന്നീട് ഇദ്ദേഹത്തിന്റെ മകനായ സൂത ഗോസ്വാമിയുടെ വേറൊരു പേരാണ് ഉഗ്രശ്രവസ്. യഥാർത്ഥത്തിലുള്ള പേരാണ് കേട്ടോ. നമ്മൾ പറയുന്ന സൂത പൗരാണികന്റെ യഥാർത്ഥത്തിലുള്ള പേര് ഉഗ്രശ്രവസ് എന്നാണ്. അദ്ദേഹം ശൗനകാദി മഹർഷികൾക്ക് ഈ പറയുന്ന ഭാഗവതവും മറ്റു പുരാണങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, മഹാഭാരത അടക്കമെല്ലാം. ചുരുക്കത്തിൽ വേദവ്യാസൻ താൻ ക്രമീകരിച്ച വിജ്ഞാന ശാഖകൾ ലോകത്തിന് പകർന്നു നൽകാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട ശിഷ്യന്മാര് 5 പേര് ഇവരാണ്. ഒന്നുകൂടെ പറയാം. എന്താണ്? പൈലൻ. ഇതിൽ 5 പേരും പൈലൻ എന്താണ്? ഋഗ്വേദം, വൈശമ്പായനൻ, യജുർവേദം, ജമിനി, സാമവേദം, പിന്നെ അഥർവവേദം, രോമകൃഷ്ണൻ, പുരാണങ്ങൾ ഇതിഹാസങ്ങള് ഒക്കെ രോമഹർഷൻ, അല്ലേ? അപ്പം ഇനി അടുത്തത് ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ചിട്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ബ്രഹ്മാവിന്റെ മാനസിക പുത്രന്മാരെ 7 പേരാണ് സപ്തർഷികൾ എന്ന് വിളിക്കുന്നത്. ആ സപ്തർഷികൾ ആരൊക്കെയായിരുന്നു? ബ്രഹ്മാവിന്റെ ഓരോ മന്വന്തരത്തിലും സപ്തർഷികളുടെ ഓർഡർ മാറുന്നുണ്ട്. സപ്തർഷികളും മാറുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ? മാറുന്നുണ്ട്. അപ്പൊ നമ്മള് 2 മന്വന്തരത്തിലുള്ള സപ്തർഷികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ മന്വന്തരം മരീചി, അത്രി, അങ്കിരസ, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠൻ. ഇതാണ് എന്താണ് നമ്മള് ഏത് മന്വന്തരത്തിലാണെന്ന്, ഇത് സ്വയംഭൂ മന്വന്തരത്തിലാണ് നമ്മള് കണ്ടത് ഈ പറയുന്ന സപ്തർഷികള്. അപ്പൊ അതിലൊരു അഗസ്ത്യന്റെ കൂടെ വേറൊരു നക്ഷത്രം കൂടെ കൂടി നിൽക്കുന്ന കാണാം ആകാശത്ത് നിന്ന്. അരുന്ധതി നക്ഷത്രം എന്ന് പറഞ്ഞ അഗസ്ത്യന്റെ ഭാര്യ, അല്ലെ?
ഇവരൊക്കെ ഉപരിലോകത്തിലാണ് ഇരിക്കുന്നത്. മഹർലോകം, ജനലോകം, തപലോകം, അവിടെയൊക്കെയാണ് ഈ സപ്തർഷികളുടെ വാസസ്ഥാനം. അതുപോലെ തന്നെ ഇനി ആ, മറ്റുള്ള ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 7-ാമത്തെ മന്വന്തരം, വൈവസ്വത മന്വന്തരത്തിലെ സപ്തർഷികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആ, ഉം, നെറ്റ് പോയ പ്രഭു ഇല്ലല്ല, ഓർക്കുന്നതാണോ? അതെ, ഞാൻ നോക്കുമായിരുന്നു. മറന്നുപോയി, അടുത്ത ക്ലാസ് എടുക്കാം പ്രഭു. ഞാൻ ഇന്ന് അടുത്ത ക്ലാസ് അതിൽ ഷെയർ ചെയ്യാം. ആ, കാര്യം ആ, അതിന്റെ ആ ഒരു ഓർഡർ എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട്. ആ, ഓക്കെ, അല്ല അപ്പം ഈ പറഞ്ഞതും പറ്റുന്നെങ്കിൽ ഷെയർ ചെയ്യും പ്രഭു. ഞാൻ ഈ രണ്ട് അല്ല, ഈ പറഞ്ഞതെല്ലാം ഷെയർ ചെയ്തേരെ, നിങ്ങൾ എഴുതി വെക്കാം. ഇപ്പോഴത്തെ വൈവസ്വത മനുവാണ്. അപ്പൊ വൈവസ്വത മനുവിന്റെ ആ സമയത്തുള്ള സപ്തർഷികൾ ആരൊക്കെയാണെന്നും, അതുപോലെ തന്നെ ആ, ആ, സ്വയംഭൂ മനുവിന്റെ കാലത്തുള്ള ആ, ആ, ഈ പറയുന്ന സപ്തർഷികൾ ആരൊക്കെയാണെന്നും പറയാം. ആ, നേരത്തെ ഉണ്ടായിരുന്നത് മരീചി, അത്രി, അംഗരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠനായിരുന്നു. ആ. ഇപ്പോഴുള്ളത് വൈവസ്വത മനുവാണ്. 7-ാമത്തെ മനുവിന്റെ നിങ്ങള് കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ നിങ്ങള് ജീവിക്കുന്നത്. അവരുടെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. എവിടാന്നറിയാവോ? ഹരിദ്വാറില് ആശ്രമം ഉണ്ട് അവരുടെ. അവിടെ അതാ. ഞങ്ങൾ പോയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഉം, ആശ്രമത്തിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും അതെ ഉണ്ട് അതെ. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ഇപ്പോഴും അവിടെ. ഉം. അപ്പൊ നമ്മള് ഞങ്ങൾക്കറിയാം പ്രഭു, ചെറിയ ആ തലവേദന എടുക്കുന്നത് തുമ്മി തുമ്മി തുമ്മിയാത്തു. അതെ, നമ്മളുടെ ഭാഗവതത്തിന്റെ ഇത് കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് പറയാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. കാര്യം എനിക്കും പുരുഷോത്തമാരതിയൊക്കെ ഉണ്ട്. ആ, വയ്യ. പുരുഷോത്തമാരതി വിളക്ക് കത്തിക്കാനൊക്കെ ഉണ്ട്, ആരതിയൊക്കെ ഉണ്ട്. ആ, ആ. നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പ്രഭുജി പുരുഷോത്തം ഏ? പ്രഭുജി സുമന്തു മുനി എന്ന് പറഞ്ഞില്ലേ, ആ ആ മുനിയുടെ വേറെ പേരാണോ അങ്കിരൻ എന്ന് പറഞ്ഞു? അതെ, അങ്കിരൻ. അത് സപ്തർഷികളിലുള്ള ഒരു ഋഷിയാണ് അല്ലെ? അത് അങ്കിരസ്, അങ്കിരസ്. അങ്കിരസ്. ഓക്കെ ആ. ഓക്കെ. ഇത് ഇത് രണ്ടും അങ്കിരൻ. ഒന്നാണോ രണ്ടാണോ എന്ന് ഞാൻ അന്വേഷിച്ച് ഓക്കെ. നോക്കിക്കഴിഞ്ഞപ്പോ അറിയാനായിട്ട് പറ്റിയില്ല എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ. ഇത് രണ്ടും ഒരാൾ തന്നെയാണോ എന്ന്. പ്രഭു രോമഹർഷ മുനിയുടെ മുനി ഇവിടെ നൈമിഷാരണ്യത്തില് അവർക്കെല്ലാം പിന്നെ ശമനകാദികൾക്ക് പിന്നെ ഭാഗവതം ഉപദേശിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പിന്നെ ബലരാമസ്വാമികൾ അവിടെ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പം അപ്പൊ ഈ പിന്നെ ഇവിടുന്ന് ഗംഗാതീരത്ത് നിന്ന് പിന്നെ ശുഗഗോസ്വാമിയുടെ കയ്യിൽ നേരിട്ട് ഭാഗവതം കേട്ട് പഠിച്ചിട്ട് വന്നിട്ടുണ്ട് സൂത ഗോസ്വാമി. അദ്ദേഹത്തെ ഈ രോമഹർഷന്റെ പുത്രനാണ് അദ്ദേഹം. അപ്പൊ ആ സമയത്ത് പിന്നെ ഈ ബലരാമസ്വാമികൾ അവിടെ വന്നു. എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തിനെ ആദരിച്ചു. ഈ രോമഹർഷണൻ മാത്രം എഴുന്നേറ്റില്ല. വ്യാസപീഠത്തിൽ ഇരുന്നാൽ എഴുന്നേക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുന്നേക്കാഞ്ഞത്. പക്ഷെ ബലഭദ്രസ്വാമിക്ക് പിന്നെ സ്വാമികൾക്ക് ദേഷ്യം വന്നു. അദ്ദേഹം ഒരു ദർഭ എടുത്ത് ഇദ്ദേഹത്തിന്റെ തല കൊയ്തു കഴിഞ്ഞു. അപ്പൊ അവരെല്ലാരും സങ്കടപ്പെട്ടു. ഇനി ഞങ്ങളെ ആര് ഭാഗവതം പഠിപ്പിക്കുമെന്ന് ഉപദേശിച്ച് പറഞ്ഞു. അതിന് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ സൂത ഗോസ്വാമിയോട് പറഞ്ഞു ഈ പീഠത്തിൽ ഇരിക്കാൻ പറഞ്ഞു, ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഗുരുവായി അവർക്കെല്ലാം സൂത ഗോസ്വാമി ഭാഗവതം ഉപദേശിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. എന്തായാലും മാതാജി അത്രയും തെറ്റാതെ പറഞ്ഞു അല്ലെ. ഹരി പോൽ. ഹരേ കൃഷ്ണ. ഇന്ന് വയ്യ തുമ്മി തുമ്മി വയ്യ. മാതാജി ലീവ് ചെയ്തു, കുഴപ്പമില്ല. മാതാജി ലീവ് ഓക്കെ, ചെയ്തോളൂ, കുഴപ്പമില്ല. നമുക്ക് ഹരേ കൃഷ്ണ. ഇതിന്റെ ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്. ജസ്റ്റ് ഒരു ആ, 2 ലൈൻ അത്രയും കൂടെ ഉള്ളൂ.
അത് പ്രാർത്ഥിച്ചോ പ്രഭു, ഇന്ന് എന്താണെന്ന് അത് ആ പ്രാർത്ഥിക്കാം. ആ പുരുഷോത്തമ മാസത്തിലെ 2 ശ്ലോകങ്ങളാണ് ചെല്ലേണ്ടത്, ആരതിക്ക് വേണ്ടിയിട്ട് ചെല്ലുന്ന. ഗോവർദ്ധനമാണോ? ഗോവർദ്ധനതരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഇതിന്റെ അർത്ഥം കൂടെ അത് പറയാം. ആ ഗോപാലബാലനായി ഗോപന്മാരോടൊപ്പം സദാ ലീലകളാടുന്ന ഗോവർദ്ധന പർവ്വതം കൈകളിലേന്തിയ ആ ഗോപാലകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. നിത്യവും ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ഗോകുലത്തിന്റെ നാഥനും ഗോപികമാരുടെ പ്രാണപ്രിയനുമായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. പുതുമഴ മേഘത്തിന്റെ ശ്യാമവർണ്ണമുള്ളവനും ഇരു കൈകളിലും ഓടക്കുഴൽ ഏന്തിയവനുമായ കൃഷ്ണനെ ഞാൻ വണങ്ങുന്നു. മഞ്ഞപ്പട്ട് ഉടുത്തവനും ശരത്കാല ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനുമായ ആ പുരുഷോത്തമ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. പിന്നെ പ്രഭു എന്നിട്ട് നെയ്വിളക്കാണോ കത്തിക്കുന്നത്? ആ നെയ്വിളക്കാണ്. കത്തിച്ചിട്ട് ഇത് ചൊല്ലി നെയ്വിളക്ക് കത്തിക്കും അല്ലേ? ഇങ്ങനെ ആരതി ചെയ്യും നെയ്വിളക്ക് ഞങ്ങള് രാവിലെ. ചൗരാഷ്ടമൊക്കെ ചൊല്ലിക്കുന്നുണ്ട്. മാനസികമായ ചൗരാഷ്ടകം, അതുപോലെ ചൗരാഷ്ടകമൊക്കെ തന്നെ ഞാൻ ചൗരാഷ്ടകമൊക്കെ വായിക്കാറുണ്ട്. ഇതൊക്കെ നന്ദനന്ദനാഷ്ടകവും ചൗരാഷ്ടകവും ഡെയിലി വായിക്കാറുണ്ട്. പിന്നെ ജഗന്നാഥാഷ്ടകം ചിലപ്പോൾ, അല്ലെ ബ്രഹ്മസംഹിത ചില ദിവസങ്ങളിൽ സമയം കിട്ടും. ബ്രഹ്മസംഹിത ഞാനിന്ന് വായിച്ചു. വായിച്ചു. എല്ലാം വായിക്കുന്ന നല്ലതാ, ഏത് വായിച്ചാലും നല്ലത്, കുഴപ്പമില്ല. ഭാഗവതമൊക്കെ വായിക്കുന്നില്ലേ? ഹരേ കൃഷ്ണ പ്രഭു. ഭാഗവതത്തിലെ ഹരേ ബ്രഹ്മാവിന്റെ കൃഷ്ണ. പ്രാർത്ഥനയുണ്ട്. ബ്രഹ്മാവിന്റെ പ്രാർത്ഥന ബ്രഹ്മാവിന്റെ പ്രാർത്ഥന. ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗത്തിലെ 24 പുരുഷോത്തമ ശ്ലോകങ്ങളേ യോഗം. ഉള്ളൂ. 24 ശ്ലോകങ്ങളിൽ എളുപ്പം വായിക്കാം. വായിക്കാം. അതിന്റെ അകത്ത് ഏറ്റവും വായിക്കാം. പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് അതിന്റെ അകത്ത് ഉള്ളത്. കുറെ അതെ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട എന്ന് പറഞ്ഞ ഒരു ശ്ലോകമുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു. പിന്നെ എന്താണ് മമേവാംശ ജീവലോകെ ജീവഭൂത സനാതന, ഞാൻ എല്ലാ ജീവാത്മാക്കളും എന്റെ ശാശ്വത അംശങ്ങളാണെന്ന് ഭഗവാൻ പറയുന്ന ആധികാരികമായിട്ടുള്ള ശ്ലോകം. മമ ഷഷ്ടിയാണ് ഇന്ദ്രിയാണി പ്രകൃതിശാനി കർഷതി. അപ്പൊ ശരി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസന്ധിഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. 9 കോടി വൈഷ്ണവന്തി കി ജായ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപർണ മാതാജി എന്തെങ്കിലും പറയാനായിട്ടിരിക്കുകയായിരുന്നോ?